സ്ക്രീൻ കാണാമോ ബ്രോ? ആ തുടങ്ങട്ടെ. അനുഗ്രഹത്തോടുകൂടി തുടങ്ങാം. രാധമാധവ പാടട്ടെ. ഞാൻ പഠിക്കുള്ളൂ. ഓക്കെ. ഹരേ കൃഷ്ണ. ജയ രാധാ മാധവ ജയ കുഞ്ച വിഹാരി ജയ രാധാ മാധവ ജയ കുഞ്ച വിഹാരി ജയ ഗോപി ജനവല്ലഭ ജയ ഗിരിവരധാരി ജയ ഗോപി ജനവല്ലഭ ജയ ഗിരിവരധാരി യശോദനന്ദന വ്രജ ജനരഞ്ജന യശോദനന്ദന വ്രജ ജനരഞ്ജന യമുന തീരാവനചാരി ജയ കുഞ്ച വിഹാരി ജയ രാധാ മാധവ ജയ കുഞ്ച വിഹാരി ജയ രാധാ മാധവ ജയ കുഞ്ച വിഹാരി ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പത്മനാഭ ഗ്രൂപ്പിൽ വന്നിട്ടുള്ള എല്ലാ ഭക്തജനങ്ങൾക്കും ഹാർദവമായ സ്വാഗതം. അറിയുമ്പോൾ തുടങ്ങാം. ഓക്കെ ബ്രോ. ഓമജ്ഞാനതിമിരന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മിലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപ കഥാ മഹ്യം ദധാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരോ ശ്രീയുതപദകമലം ശ്രീഗുരോ വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സഹ ഗണരഘുനാഥാന്വിതം तं സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാ കൃഷ്ണപാദാൻ സഹ ഗണലളിതാ ശ്രീവിശാഖാന്വിതാംശ്ച. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പതേ ഗോപേശ ഗോപികാകാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യ ഏവ ച പതിതാനാം വനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിന്നിധി നാമിനേ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യ ദേശധാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. श्री अनंत पद्मनाभ स्वामी की जय. दिव्य देश यात्रा की जय. എല്ലാവർക്കും കേൾക്കുന്നുണ്ടല്ലോ? വീഡിയോ കാണുന്നുണ്ടല്ലോ? ഓക്കെ. അപ്പൊ നമ്മൾ 22 ദിവ്യദേശം പോയി. അടുത്ത നമ്മൾ 23ാമത്തത് തമിഴ്നാടിൽ മയിലാടുതുറൈ ഡിസ്ട്രിക്റ്റിലുള്ള തേരാഴന്തൂർ എന്നാണ് ഈ സ്ഥലത്തിന്റെ പേര്. ഈ 108 ദിവ്യദേശവും 106 ഭൂമിയിലുണ്ട്. ബാക്കി 2 ഒന്ന് വൈകുണ്ഠവും ഒന്ന് പാൽക്കടലുമാണ്. അപ്പോ ഈ 106 ദിവ്യദേശവും ഭഗവാൻ സ്വയംഭൂവായിട്ട് വന്നതാണ്. ആരും ആ വിഗ്രഹം ഉണ്ടാക്കിയതല്ല, മനുഷ്യരൊന്നും ഉണ്ടാക്കിയതല്ല.
അപ്പൊ ഈ ദിവ്യദേശത്ത് പോയി നമ്മൾ ഒരു നാമം ജപിച്ചു കഴിഞ്ഞാൽ അത് അസംഖ്യ നാമങ്ങളായിട്ട് കണക്കാക്കപ്പെടും. എന്ന് വെച്ച് ഒരാളിൻ്റെ അടുത്ത് ചോദിച്ചു, അപ്പോ പണ്ടർപൂർ, ഗുരുവായൂർ ഇതൊന്നും ദിവ്യദേശത്തിൽ വരാത്ത എന്തെന്ന് ചോദിച്ചു. ഈ ദിവ്യദേശത്തിന്റെ ഇത് എങ്ങനെ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മാൽവാർ ഇല്ലേ, തിരുവങ്കൈ ആൾവാർ, ഇങ്ങനെ 12 ആൾവാർമാരുണ്ട്. അതില് മെയിൻ ആണ് നമ്മാൽവാർ. അപ്പൊ അദ്ദേഹം ഭഗവാനെ കുറിച്ച് പാട്ട് പാടി. ആ പാട്ട് പാടി ആ ആ കൃതികളുണ്ടല്ലോ, അത് ആരെ കുറിച്ച് പാടിയോ ആ സ്ഥലത്തെ ഭഗവാനെയാണ് ഈ 108 ദിവ്യദേശത്തിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത്. പാണ്ഡുരംഗനെ കുറിച്ച്, ഗുരുവായൂരപ്പനെ കുറിച്ച് പാടിയിട്ടില്ല എന്ന് വെച്ച് അവിടെ താഴ്ന്ന ക്ഷേത്രം അങ്ങനെയല്ല, അത് മഹാക്ഷേത്രമാണ്. എന്നിട്ട് അവിടെ ഭഗവാന്റെ സാന്നിധ്യം ഇല്ല എന്നല്ല അർത്ഥമാക്കേണ്ടത്. ഈ ആൾവാർമാർ പാടിയോണ്ട് ദിവ്യദേശം എന്ന് പറയുന്നതേ ഉള്ളൂ. പണ്ടർപൂരും ഗുരുവായൂരും അതേപോലെ ഇഷ്ടംപോലെ ക്ഷേത്രങ്ങളുണ്ട്. അതൊക്കെ വളരെ ഫേമസ് ആയിട്ടുള്ള ക്ഷേത്രങ്ങളാണ്. അവിടെ എല്ലാം ഭഗവാന്റെ സാന്നിധ്യം പൂർണ്ണമാണ്. അപ്പോൾ ആരും അങ്ങനെ തെറ്റിദ്ധരിക്കണ്ട. ഇപ്പൊ നമ്മളിപ്പോ തമിഴ്നാട്ടില് 22 ക്ഷേത്രങ്ങളായി. ഇപ്പൊ 23ാമത്തത് ആഴന്തൂർ. നമുക്ക് കഥ കേട്ടിട്ട് അങ്ങോട്ട് പോവാം. ചെറുതായിട്ട് വീഡിയോ ഓൺ ചെയ്തിടാം. ഈ ക്ഷേത്രം മയിലാടുതുറൈ ഡിസ്ട്രിക്റ്റിലാണ് ഈ ക്ഷേത്രം ഉള്ളത്. സാധാരണ കോവിലൊക്കെ പോയി കഴിഞ്ഞാൽ വിഷ്ണു ക്ഷേത്രത്തില് മെയിൻ ഈ കണ്ട ഈ മെയിൻ വിഗ്രഹമുണ്ട് ഭഗവാൻ സെന്ററിൽ. തൊട്ടടുത്ത് ലക്ഷ്മി ദേവി, ശ്രീദേവി, ഭൂദേവി ഒക്കെ ആയിരിക്കും അല്ലെ. പക്ഷെ ഇവിടെ നോക്കൂ, ഈ താഴത്തെ വിഗ്രഹമല്ല, മെയിൻ വിഗ്രഹം നോക്കൂ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ശ്രീദേവിയോ ഭൂദേവിയോ ഒന്നും ഇല്ല. അത് ഭഗവാന്റെ ഹൃദയത്തിൽ ലക്ഷ്മി ദേവിയുണ്ട്. അല്ലാതെ സെപ്പറേറ്റ് ആയിട്ട് ലക്ഷ്മി ദേവിയോ ഭൂദേവിയോ ആരും ഇല്ല. അപ്പുറത്ത് നിൽക്കുന്നത് ഗരുഡൻ, ഇപ്പോഴത്തെ സൈഡിൽ നിൽക്കുന്നത് പ്രഹ്ലാദൻ. അതാണ് ഇവിടുത്തെ മെയിൻ ഒരു സ്പെഷ്യാലിറ്റി. ഈ സ്ഥലത്തിന്റെ പേരാണ് തേര് ആഴ്ந்த ഊർ. അതായത് തേര് എന്ന് വെച്ച് കഴിഞ്ഞാൽ തേര്, മലയാളത്തിൽ നമ്മളെ തേര് വന്ന് വീണുപോയ സ്ഥലം. അതായത് ഒരിക്കൽ ഉപരിചര വസു ആരെന്നറിയാം? സത്യവതിയുടെ അപ്പൂപ്പൻ. സത്യവതിയുടെ അപ്പൂപ്പൻ ഉപരിചര വസു ഇങ്ങനെ ആകാശത്തിലൂടെ സഞ്ചരിക്കുകയാണ്. ഇദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു തേരുണ്ട്. ഈ തേര് ഇന്ദ്രൻ ഇദ്ദേഹത്തിന് ഗിഫ്റ്റ് കൊടുത്തതാണ്. ഇത് ആകാശത്തിലൂടെ ഇങ്ങനെ പറക്കും ഈ തേര്. അപ്പൊ ഒരു ദിവസം ഈ ഉപരിചര വസു ഭരിക്കുന്ന സമയത്ത് ദേവന്മാർക്കും ഋഷികൾക്കും തമ്മിൽ എന്തോ ഒരു ഇത് വരും, തർക്കം വരും. അപ്പൊ അത് ഉപരിചര വസുവാണ് അത് തീർത്ത് വെക്കേണ്ടത്. ഇദ്ദേഹം ജഡ്ജ്മെന്റ്, അതിന്റെ ഉത്തരവ് തെറ്റായിട്ട് കൊടുക്കും, ദേവന്മാർക്ക് അനുകൂലമായിട്ട് കൊടുക്കും. ആ സമയത്ത് ഈ ഋഷിമാർക്കെല്ലാം ദേഷ്യം വരും. അവര് ശപിക്കും, നിന്റെ തേര് ഇവിടെ താഴ്ന്നു പോട്ടെ എന്ന് പറഞ്ഞ് ശപിക്കും. അങ്ങനെ ആകാശത്ത് നേരെ ഭൂമിയിൽ തേര് വന്ന് ഈ സ്ഥലത്ത് വന്ന് വീഴും. അവിടെ ഇരുന്നിട്ട് അദ്ദേഹം ഭഗവാനെ പ്രാർത്ഥിക്കും. അങ്ങനെ ആ തേര് വന്ന് വീണ സ്ഥലമാണ് തേരാഴ്ந்த ഊർ. അതാണ് തീരാഴ്ந்த ഊർ ഇപ്പൊ ഇതാക്കി മാറിയത്. അപ്പൊ അതാണ് ഇവിടെ പ്രത്യേകത. ഇവിടുത്തെ പ്രഹ്ലാദനും ഗരുഡനും ഒക്കെ എങ്ങനെ വന്നു എന്ന് കഥ കേട്ട് വീഡിയോ കൊണ്ടുതന്നെ നോക്കാം. തിരുവങ്കൈ ആൾവാർ ഭഗവാനെ കുറിച്ച് 40-ലേറെ പാസുരങ്ങൾ പാടിയിട്ടുണ്ട്. തിരുവങ്കൈ ആൾവാർ പാസുരത്തിന്റെ അർത്ഥം വേണമെങ്കിൽ നമുക്ക് ചെറുതായിട്ട് ഇതിന്റെ അർത്ഥം മാത്രം പറയാം. അതേ തിരുവങ്കൈ ആൾവാർ ഒരു ഒരു കാമുകി ഭാവത്തിലാണ് ഇത് എഴുതുന്നത്. കാമുകി വെച്ചാൽ ഒരു ലക്ഷ്മി ദേവിയുടെ ആ ഒരു ഭാവത്തിൽ, മാധുരി ഭാവത്തിൽ പറയാണ്. ഒരു പക്ഷീനെ ഭഗവാന്റെ അടുത്ത് പറഞ്ഞയക്കും. എന്നിട്ട് പറയാ, പക്ഷി എടുത്ത് പറഞ്ഞയക്കും, നീ പോയി ഭഗവാന്റെ അടുത്ത് പറ, എനിക്ക് നിന്നെ കല്യാണം കഴിക്കണമെന്ന് എന്നൊക്കെ പറഞ്ഞ ആ ഒരു മാധുരി ഭാവമാണ്. ഈ ആൾവാർ ഈ 40 പാസുരവും മൊത്തവും അങ്ങനത്തെ ഒരു മൂടാണ്, ഭഗവാനെ ഭർത്താവായിട്ടുള്ള ആ ഒരു ഭാവം. അത് മാത്രമല്ല, കമ്പൻ, രാമായണം തമിഴിൽ എഴുതിയ കമ്പൻ, അദ്ദേഹം അവതരിച്ചത് കൂടെ ഈ സ്ഥലത്താണ്. അതുകൊണ്ട് കമ്പന് വേണ്ടി ഒരു സന്നിധി തന്നെ ഉണ്ട് അവിടെ. അതുപോലെ ഇവിടെ കണ്ടു കഴിഞ്ഞാൽ നമ്മളെ ബ്രഹ്മവൈമോഹന ലീല നമ്മളന്ന് പറഞ്ഞിട്ടുണ്ട് വൃന്ദാവനത്തില്. അതില് ബ്രഹ്മാവ് ഭഗവാന്റെ പശുക്കളെയൊക്കെ തട്ടിക്കൊണ്ട് പോകും. അപ്പൊ നമ്മൾ അന്ന് ആ വൃന്ദാവനത്തില് യാത്ര പോയ സമയത്ത് ഒരു സ്ഥലം കാണിച്ചു. അവിടെയാണ് ഈ പശുക്കളെയൊക്കെ ഒളിപ്പിച്ചു വെച്ചിരുന്നത് ബ്രഹ്മാവ്. അതേപോലെ ഈ ആൾവാർമാരുടെ ഈ പ്രബന്ധത്തിലും അവരൊരു കഥ പറയും. ഭഗവാന്റെ കയ്യിൽ നിന്ന് ബ്രഹ്മാവ് ഇതൊക്കെ തട്ടിക്കൊണ്ട് പോയി. ഭഗവാൻ ഈ പശുക്കളെ അന്വേഷിച്ച് ഇങ്ങനെ നടന്ന് ലാസ്റ്റ് ഭഗവാൻ ഈ സ്ഥലത്ത് വരും, ആകാശമാർഗെ. അങ്ങനെ ഇവിടെ പശുവിനെ കാണും എന്നൊക്കെ പറഞ്ഞ് ആ ഒരു ഭാവത്തില് ആൾവാർമാരെ എഴുതിയിട്ടുണ്ട് കൃതികളൊക്കെ.
അപ്പൊ അതുകൊണ്ട് ഇവിടെ പോയി കഴിഞ്ഞാൽ ഭഗവാന്റെ അടുത്ത് തന്നെ ഒരു പശുവുണ്ട്. നമ്മൾ ആ വിഗ്രഹത്തിന്റെ അടുത്ത് നോക്കിയാൽ അറിയാം. ഒരു സൈഡിൽ പ്രഹ്ലാദൻ, ഒരു സൈഡിൽ ഗരുഡൻ, കൂടെ ഒരു പശുവും കാണും. അത് ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ്. ഗരുഡൻ ഭഗവാന് വേണ്ടി ഇവിടുത്തെ ഈ വിമാനം കൊടുത്തു, ഈ ഗോപുരം. അങ്ങനെയാണ് അതിന് ഗരുഡ വിമാനം എന്ന് പേര് വന്നത്. അപ്പൊ നിങ്ങൾ ചോദിക്കും പ്രഹ്ലാദൻ എവിടുന്ന് വന്നു? ഇത് ഈ ക്ഷേത്രത്തിലെ എല്ലാ ലീലയും കൂടെ ഒരുമിച്ച് വരെയാണ്. അതായത് പ്രഹ്ലാദൻ നരസിംഹമൂർത്തിയെ പ്രാർത്ഥിക്കും. എന്താണ് നരസിംഹമൂർത്തി പ്രാർത്ഥിക്കുന്നത്? എനിക്ക് ഏതാണ്ട് ആ കഥയാണ് അദ്ദേഹം പറയുന്നത്. ബ്രഹ്മാവ് പശുവിനെ തട്ടിക്കൊണ്ടു പോയ കഥയൊക്കെ. പ്രഹ്ലാദൻ നരസിംഹമൂർത്തി എടുത്ത് പ്രാർത്ഥിക്കും. എന്ത് പ്രാർത്ഥിക്കും? എന്താണ് പ്രാർത്ഥിക്കുന്നത്? പ്രഹ്ലാദ സ്തുതി 7ാം സ്കന്ധം 9ാം അധ്യായത്തില് പ്രഹ്ലാദൻ പറയാണ്, എനിക്ക് ഒന്നിനെ പേടിയില്ല. ഏത്? അങ്ങയുടെ ഈ ജിഹ്വാർക്ക നേത്ര ഭൃഗുടി തപസോഗ്ര ദംഷ്ട്രാത്, അങ്ങയുടെ വലിയ പല്ലുകൾ, നേത്രങ്ങൾ, കൂർത്ത കണ്ണുകൾ, ഈ സിംഹത്തിന്റെ മുഖം, അങ്ങയുടെ നരസിംഹമൂർത്തി അവതരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ തലയിൽ ആ ജടയൊക്കെ രോമമൊക്കെ ഇങ്ങനെ ആകാശം വരെ തട്ടി എന്നാണ് പറയുന്നത്. നരസിംഹമൂർത്തി ഗർജന ചെയ്ത സമയത്ത് ആനകളൊക്കെ വരണ്ടു ഓടി. പ്രപഞ്ചത്തിലെ സ്ത്രീകളുടെയൊക്കെ ഗർഭമൊക്കെ ഇല്ലാതായി പോയി ആ ശബ്ദം കേട്ട്. ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് ഭാഗവത്തിൽ. പ്രഹ്ലാദൻ പറയാണ്, എനിക്ക് ഇതിലൊന്നും കണ്ടിട്ട് പേടിയില്ല. എനിക്ക് ഈ ഭൗതിക ലോകത്ത് കടന്ന് അങ്ങേ മറന്നിട്ട്, ഈ ഭൗതിക ലോകമാണ് എല്ലാം, ഇതിനപ്പുറം ഒന്നുമില്ല എന്ന് പറഞ്ഞ് എൻജോയ് സന്തോഷിക്കാൻ വേണ്ടി അലയുന്ന ആൾക്കാർ ഇങ്ങനെ കഴിച്ചതിനെ തന്നെ വീണ്ടും ചവച്ചുകൊണ്ടേയിരിക്കുന്നു. ഒരേ സുഖം തന്നെ പല പല രീതിയിൽ മാറ്റി മാറ്റി ചവച്ചുകൊണ്ടിരിക്കുന്നു. ഈ കരിമ്പ് കഴിച്ച് തുപ്പിയിട്ട് അതിന്റെ കൊത്ത് കളയില്ല, അതിനെടുത്ത് വീണ്ടും ചവച്ചുകൊണ്ടേയിരിക്കും. അതേപോലെ ഈ ജനങ്ങൾ അങ്ങേ മറന്നിട്ട് ഈ ഭൗതിക സുഖത്തിന്റെ പിന്നാലെ പോകുന്നു. ഇവർക്ക് എന്ന് അങ്ങേ അടുത്ത് തിരിച്ചു വരാൻ പറ്റും, എന്ന് ഇവർ അങ്ങേ ഓർക്കും, സ്മരിക്കും. ഇത് ആലോചിക്കുമ്പോഴാണ് എനിക്ക് വയറില് ആ ഒരു വേവലാതി. അത് മാത്രമേ എനിക്ക് ഭയമുള്ളൂ, അല്ലാതെ അങ്ങേ ഈ രൂപം എനിക്ക് പേടിയില്ല. നാഹം വിവേ ത്യജിതാ ദേവി ഭയാനകസ്യ ജിഹ്വാർക്ക നേത്ര ഭൃഗുടി രവസോഗ്രതംഷ്ടാത് ആന്ധ്രസ്ത്രജ ക്ഷതജകേസര ശംഖുകർണാദ് നിർഗ്രാജ ഭീത ദീപാദ് അരുവിൻ നഖാഗ്രാദ്. അങ്ങയുടെ വലിയ വലിയ നഖമൊന്നും കണ്ടിട്ട് എനിക്ക് പേടിയില്ലെന്ന് പറയാം. എല്ലാം പറഞ്ഞതിന് ശേഷം ലാസ്റ്റ് പ്രഹ്ലാദ നരസിംഹമൂർത്തിയെ സമാധാനിപ്പിക്കും. അതാണ് ഈ പ്രഹ്ലാദ സ്തുതിയുടെ അവസാനം. അങ്ങനെ നരസിംഹമൂർത്തിയെ സമാധാനിപ്പിച്ചിട്ട് ശേഷം ഭഗവാൻ, ഇതൊരു വ്യത്യസ്തമായ കഥയാണ്, ഈ ക്ഷേത്ര പുരാണത്തിലുള്ളതാണ്. ഭഗവാൻ എന്ത് ചെയ്യും? ഈ പ്രഹ്ലാദന് പശുവുമായിട്ട് നിൽക്കുന്ന ആ രൂപം കാണിച്ചു കൊടുക്കും. അതാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇവിടെ കണ്ട ഒരു കുട്ടി പശുവുണ്ട്. നരസിംഹമൂർത്തിയുടെ രൂപം മാറി ഭഗവാൻ പ്രഹ്ലാദനെ ഒരു പശുവുമായിട്ട് നിൽക്കുന്ന രൂപം കാണിച്ചു കൊടുക്കും. അതാണ് ഈ ക്ഷേത്രത്തിന്റെ വേറൊരു പ്രത്യേകത. അതുകൊണ്ടാണ് ഭഗവാന്റെ അടുത്ത് പ്രഹ്ലാദനും തൊട്ടടുത്ത് ഗരുഡനും. തിരുമങ്കി ആൾവാർ ഇവിടെ വന്ന് നോക്കിയപ്പോ അദ്ദേഹം പറഞ്ഞു, ഇത് കണ്ടിട്ട് ഇവിടെ എന്റെ ഭഗവാനെ കാണാനില്ല, ഇത് ഏതോ രാജാവിന്റെ സ്ഥലമാണല്ലോ. കാരണം ഭഗവാനെ കണ്ട രാജാവിന്റെ ലുക്കാണ്. തിരുമംഗല ആൾവാർ വിചാരിച്ചു, ശരി ഇവിടെ ഭഗവാനൊന്നും ഇല്ല, ഞാൻ ഉദ്ദേശിച്ച എന്റെ ഭഗവാൻ ഇല്ല, ഇത് ഏതോ രാജാവ് നിൽക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പാടാതെ തിരിച്ചു പോകും. അങ്ങനെ വന്ന് കോവിലിനകത്ത് വന്നിട്ട് നോക്കിയിട്ട് അങ്ങ് നടന്നങ്ങ് പോകും. അവസാനം ഭഗവാൻ ഓടിച്ചെന്ന് ബാക്കി ചെന്ന് വിളിക്കും, തിരുമങ്കി ആൾവാരെ പോകല്ലേ, ഞാൻ ഇവിടെ തന്നെ ഉണ്ടെന്ന് പറയും. തിരുമങ്കി ആൾവാർ തിരിഞ്ഞു നോക്കിയപ്പോൾ അങ്ങനെ കൃഷ്ണനായിട്ട് നിൽക്കുകയാണ്. ഇവിടെ കൃഷ്ണരൂപം കാണിച്ചു കൊടുത്തു അദ്ദേഹത്തിന്. അപ്പൊ തിരുമങ്കി ആൾവാർ, ഇതാണ് എന്റെ കണ്ണൻ എന്ന് പറയുന്നത്. തിരുമങ്കി ആൾവാർ പാശുരം പാടും. അപ്പൊ എനിക്ക് തെറ്റ് പറ്റിപ്പോയി, ഞാൻ ഏതോ രാജാവാണെന്ന് വിചാരിച്ചു എന്ന് പറയിട്ട് തിരുമങ്കി ആൾവാർ ഭയങ്കര രസികനാണ് അദ്ദേഹം. അങ്ങനെ ഭഗവാനെ കുറിച്ച് 40 കൃതികൾ പാടും, പ്രബന്ധം. അതുകൊണ്ടാണ് ഇവിടുത്തെ ഭഗവാന് വേറൊരു പേര് കൂടെ ഉണ്ട്, ഗോ സഖാ പെരുമാൾ. ഗോ എന്ന് വെച്ചാൽ പശു, പശുവിന്റെ സഖാവ്. അതാണ് ഈ ക്ഷേത്രത്തിന്റെ പ്രത്യേകത. ഇവിടുത്തെ വിമാനം ഗരുഡ വിമാനം. ഇവിടെ ലക്ഷ്മി ദേവി പ്രത്യക്ഷമായിട്ട് വിഗ്രഹമായിട്ട് ഇല്ലെന്നേ ഉള്ളൂ. പക്ഷെ കമലവല്ലി തായാർ ഭഗവാന്റെ ഹൃദയത്തിൽ തന്നെയുണ്ട്. ഭഗവാൻ കാണാൻ ഭയങ്കര സൗന്ദര്യമാണ്. കൃഷ്ണ വിഗ്രഹമാണ് ഇവിടെ. ഇവിടുത്തെ തീർത്ഥമുണ്ട്. ആ തീർത്ഥം ദർശനം ചെയ്താല് എല്ലാ പാപവും തീരും. അതുകൊണ്ട് ആ തീർത്ഥത്തിന്റെ പേര് ദർശന പുഷ്കരണി തീർത്ഥം എന്നാണ്. ഈ വിമാനം, ഗരുഡ വിമാനം, ദർശന പുഷ്കരണി തീർത്ഥം. എല്ലാവരും വീഡിയോ കണ്ടോളൂ. ഭഗവാൻ തിരുമങ്കി ആൾവാർക്ക് ദർശനം കൊടുക്കുകയാണ്.
എല്ലാ ദിവ്യദേശവും ഒരു വ്യത്യസ്തമാണ്. ഞാൻ തന്നെ ഈ കഥ കേട്ട് ഞെട്ടിപ്പോയി. നമ്മളൊന്നും കേട്ടിട്ടേ ഇല്ല ഈ കഥകളൊക്കെ. നിങ്ങൾക്ക് എത്ര പേർക്ക് കമ്പൻ അറിയാം? കമ്പൻ ആർക്കെങ്കിലും കേട്ടിട്ടുണ്ടോ? കമ്പൻ, കമ്പരാമായണം. എല്ലാരും കേട്ടിട്ടുണ്ട്. കേട്ടിട്ടുണ്ട്. അതായത് നമ്മുടെ വാൽമീകിയാണ് രാമായണം എഴുതിയത്, റിയൽ രാമായണം. ഇപ്പോൾ ഓരോ സ്ഥലത്തും ഇപ്പൊ സൗത്ത് ഇന്ത്യയിൽ നോക്കി കഴിഞ്ഞാൽ കമ്പരാമായണം തമിഴ്നാട്ടിലൊക്കെ ഫേമസ് ആണ്. അതേപോലെ കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ എഴുത്തച്ഛൻ രാമായണം. അങ്ങ് നോർത്തില് ഒറീസ അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ ബലദേവ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം എഴുതിയ രാമായണമുണ്ട്. പിന്നെ ഭദ്രാജ രാമദാസരുടെ അത് ഹൈദരാബാദ്, ആന്ധ്ര, അവിടെ അവർക്കൊരു രാമായണമുണ്ട്. അതേപോലെ തമിഴ്നാട്ടിൽ കമ്പനാണ്. കമ്പരാമായണം വളരെ ഫേമസ് ആണ്. ഫുൾ തമിഴിലാണ് കമ്പൻ എഴുതിയിരിക്കുന്നത്. ഇതിൽ വേറൊരു കാര്യം കൂടെ ഉണ്ട് കേട്ടോ വൈതൽ പ്രഭു. ഈ കമ്പരാമായണത്തിന്റെ പ്രത്യേകത, നമ്മളെ ഗുരു മഹാരാജ്, ജയപതാക സ്വാമി മഹാരാജ് ആശുപത്രി കിടക്കുകയാണ്. ഈ കഥ കേൾക്കണോ അതോ അടുത്ത ദിവ്യദേശത്തിൽ പോകാന്നോ? ഇല്ല, പറഞ്ഞു പോയാ മതി. ആ ശരി. അപ്പൊ അദ്ദേഹത്തിന് ചികിത്സ ചെയ്യുന്നത് ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ. 2 ലിവർ മാറ്റിവെച്ച്, കിഡ്നിയൊക്കെ മാറ്റിവെച്ച്, ഇതൊക്കെ ഭയങ്കര ടെക്നിക്കലായിട്ട് ഭയങ്കര പാടുള്ള ഓപ്പറേഷനാണ്. ഇതൊക്കെ ഭയങ്കര റിസ്കി ആയിട്ടുള്ള കാര്യമാണ്. അത് വേൾഡില് ഏറ്റവും എക്സ്പെർട്ട് നമ്പർ 1 ഫസ്റ്റ് റാങ്ക് ഹോൾഡർ ആണ് ഈ ഡോക്ടർ സരിൻ എന്ന് പറഞ്ഞ്. അദ്ദേഹം മുസ്ലിമാണ്. അപ്പോ ഇങ്ങേരാണ് അത് ചെയ്യുന്നത്. നമ്മളെ ഗുരു മഹാരാജിന്, ജയപതാക സ്വാമി മഹാരാജിന് ഈ ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ, ലിവർ മാറ്റിവെച്ചത് അദ്ദേഹമാണ്. ഇങ്ങേര് ഡെയിലി ചെന്നൈയിലാണ് ഇദ്ദേഹത്തിന്റെ ഹോസ്പിറ്റല്. ഇങ്ങേര് ഡെയിലി ഹോസ്പിറ്റലിൽ വരും. വന്നിട്ട് നേരെ അദ്ദേഹത്തിന്റെ റൂമിന്റെ ബാക്കിൽ ഒരു വൈറ്റ് കളർ ഒരു ഇതുണ്ട്, ബോർഡ്. അതിൽ സ്കെച്ച് പേന കൊണ്ട് കമ്പരാമായണത്തിലെ ഒരു ശ്ലോകം എഴുതും. ഇങ്ങേർക്ക് കമ്പരാമായണത്തിലെ മൊത്തം അറിയാം, രാമായണം ഫുള്ളായിട്ട്, തമിഴ് രാമായണം. ശ്ലോകം എഴുതിയിട്ട് ഇത് ജൂനിയർ ഡോക്ടർമാരുണ്ട്, നഴ്സുമാര്, ഡോക്ടർമാർ, എല്ലായിടത്തും പറയും. ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ ഇത് ആര് കാണാതെ പഠിച്ച് പറയുന്നോ അവർക്ക് 100 രൂപ. അങ്ങനെ ഇദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് 100 രൂപ വാങ്ങിക്കാനായിട്ട് ഈ ആൾക്കാരൊക്കെ, ഈ നഴ്സുമാരും ഡോക്ടർമാരൊക്കെ വന്ന് ഈ കമ്പരാമായണം കാണാൻ പഠിക്കും. ഇപ്പൊ നമ്മളെ ഗുരു മഹാരാജിന് ഇദ്ദേഹത്തിന് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ആ ഒരു സുഹൃതി ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഗുരു മഹാരാജിനെ ചികിത്സിക്കാൻ ഒരു ഭാഗ്യം കിട്ടിയത്. അപ്പൊ അതാണ് ഈ കമ്പരാമായണത്തിന്റെ വേറൊരു പ്രത്യേകത. ചുമ്മാ പറഞ്ഞേ ഉള്ളൂ ഇതിനെ കുറിച്ച് ഓർത്തപ്പോ. അത് മാത്രമല്ല, നമ്മള് തിരുവിതാംകൂർ നമ്മളെ സരസ്വതി പൂജ നടക്കുമല്ലോ ഇവിടെ. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ സരസ്വതി പൂജ, സരസ്വതി ദേവിയെ കൊണ്ടുവരുമല്ലോ ഇവിടുന്ന് കുണ്ടലിമൊക്കെ. ആ കൊണ്ടുവന്ന ആ സരസ്വതി വിഗ്രഹം ഉണ്ടല്ലോ, ആ വിഗ്രഹം കമ്പൻ പൂജിച്ച വിഗ്രഹമാണ്. കമ്പൻ പൂജിച്ചിട്ട് അതിനുശേഷം കുലശേഖര ആൾവാറിന് കൊടുത്ത്, കുലശേഖര ആൾവാർ പരമ്പരയാണ് നമ്മുടെ തിരുവിതാംകൂർ പരമ്പര. അങ്ങനെ അവരെല്ലാം പൂജിച്ച വിഗ്രഹമാണ് ആ സരസ്വതി ദേവിയുടെ വിഗ്രഹം. അപ്പൊ ആ കമ്പൻ അവതരിച്ച സ്ഥലം കൂടെയാണ് ഈ സ്ഥലം. ഏതാണ് ഇതിന്റെ പേര്? നോക്കട്ടെ എത്ര ശ്രദ്ധിച്ചു. തേരാഴുണ്ടൂർ. മാതാജി കി ജയ്. ഓക്കെ, അടുത്ത ദിവ്യദേശത്തിന്റെ പോകാം. ഏതാണ് സ്ഥലം? തിരുച്ചിറപ്പുലിയൂർ. പുലിയൂർ. നമ്മളെ കേരളത്തിനകത്ത് ഒരു പുലിയൂറുണ്ട്. എവിടെ? 13 ദിവ്യദേശമുണ്ട് കേരളത്തിനകത്ത്. പുലിയൂർ ആ ചങ്ങനാശ്ശേരി, ചെങ്ങന്നൂർ ആ ഭാഗത്ത്. ആ പുലിയൂരല്ല, ഇത് തിരുച്ചിറപ്പുലിയൂർ. ചിരു എന്ന് വെച്ചാൽ ചെറിയ. ഇവിടുത്തെ ഭഗവാൻ ചെറുതാണ്, വിഗ്രഹം കാണാൻ ചെറുതായിരിക്കും, മൂർത്തി ചെറുതും കീർത്തി വലുതും. പഴവങ്ങാടി ഗണപതി ഇങ്ങനെയാണ് കാണാൻ. ഒരു ചെന്ന് നോക്കിയപ്പോ വെളിയിൽ അങ്കിയൊക്കെ നോക്കിയപ്പോൾ വലുതായിരിക്കുന്നു. അങ്കിയൊക്കെ മാറി രാവിലെ അഭിഷേകത്തിന് പോയപ്പോൾ അപ്പോൾ ഇച്ചിരിയേ ഉള്ളൂ, ഒരു കൈയുടെ അളവ്, ഒരു വിരലിന്റെ നീളം, കൈപ്പത്തിയുടെ അത്രേ ഉള്ളൂ ആള്. പക്ഷേ കീർത്തിയോ. ഇവിടെ ദുബായിൽ ഒരാൾ പറയാണ് എൻ്റെ അടുത്ത്, ഞാൻ തിരുവനന്തപുരത്ത് പോയി പഴവങ്ങാടി ഗണപതിയൊക്കെ തൊഴുതു. ഞാൻ ചോദിച്ചു പത്മനാഭസ്വാമിയെ കണ്ട? അവിടെ പോകാൻ പറ്റില്ല, സമയം കിട്ടില്ല. അപ്പൊ അദ്ദേഹം പഴവങ്ങാടി ഗണപതി ഇവിടെ വരെ ഫേമസ് ആണ്. അതേപോലെ ഇവിടെ തിരുച്ചിറപ്പുലിയൂരില് ഭഗവാൻ ഭയങ്കര ഫേമസ് ആണ്. പക്ഷെ വിഗ്രഹം ചെറുതാണെങ്കിൽ ആള് ഭയങ്കര ഫേമസ് ആണ്. അദ്ദേഹത്തിന്റെ പേരാണ് കൃപാസമുദ്ര പെരുമാൾ. കൃപയുടെ സമുദ്രമാണ് അദ്ദേഹം. ഭക്തന്മാരെ അനുഗ്രഹിക്കാൻ അദ്ദേഹം പോയിട്ടേ ഉള്ളൂ ബാക്കി. ഇത് വന്ന് മായപുരം ഡിസ്ട്രിക്റ്റിനടുത്താണ്. കോലാംകുടി എന്ന് പറഞ്ഞ ഒരു ഗ്രാമത്തിലാണ് ഈ ക്ഷേത്രം ഉള്ളത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ, ഇവിടുത്തെ പ്രത്യേകത നോക്കിക്കഴിഞ്ഞാൽ, ഇവിടെ ഭഗവാന്റെ ആദിശേഷൻ പാമ്പിന് സെപ്പറേറ്റ് സന്നിധി തന്നെയുണ്ട്.
ഭഗവാന്റെ പേരാണ് സ്ഥലശയന പെരുമാൾ. അവിടുത്തെ അർച്ചാ വിഗ്രഹത്തിന്റെ പേരാണ് സ്ഥലശയന പെരുമാൾ. ഭഗവാൻ ഇങ്ങനെ കിടക്കുകയാണ്. നല്ല വിഗ്രഹം ചെറുതാണെങ്കിലും ആള് കിടന്ന് നല്ല വിശാലമായിട്ടുള്ള ദർശനം കൊടുക്കുകയാണ് ഭക്തർക്ക്. ഉള്ള ചെറിയ ക്ഷേത്രമാണ്, പക്ഷെ ഭഗവാന്റെ കീർത്തി വലുതാണ്. വ്യാഘ്രപാദരെ കുറിച്ച് എത്ര പേര് കേട്ടിട്ടുണ്ട്? വ്യാഘ്രപാദർ, വ്യാഘ്ര എന്ന് വെച്ചാൽ പുലി, ഒരു ഋഷിയാണ് അദ്ദേഹം. ഇദ്ദേഹത്തിന്റെ പാദം പുലിയുടെ പാദമാണ്. ശരീരമൊക്കെ ഋഷികളെ പോലെ ഇരിക്കും. ഇദ്ദേഹം ഇവിടെ നടന്നു വന്നു ഈ സ്ഥലത്ത്. അങ്ങനെയാണ് ഇതിന്റെ തിരുച്ചിരുപ്പുലിയൂർ, ചെറുപ്പുലിയൂർ. ചെറിയ പാദം കൊണ്ട് ഇദ്ദേഹം നടന്നു വന്നുകൊണ്ട് അങ്ങനെ ഒരു കഥയുണ്ട്. അങ്ങനെയാണ് ഈ പേര് വന്നെന്നും പറയുന്നുണ്ട്. ഇതിന്റെ കഥ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വ്യാഘ്രപാദർ നേരെ ശിവന്റെ അടുത്ത് പോകും, നടരാജന്റെ അടുത്ത്. എന്നിട്ട് പറയും എനിക്ക് മോക്ഷം വേണം. നടരാജൻ പറയും അതൊഴിച്ച് ബാക്കി എന്ത് വേണേ ചോദിച്ചോളൂ. അപ്പൊ ഇദ്ദേഹം പറയും മോക്ഷത്തിന് പിന്നെ ഞാൻ എന്ത് ചെയ്യാം? ഇദ്ദേഹം പറയും മോക്ഷത്തിന് ഒറ്റ ഒരാളേ ഉള്ളൂ. ആരാണ്? മോക്ഷം കിട്ടിയ ആരുടെ പോണം? ഭഗവാൻ വിഷ്ണു. നേരെ മുകുന്ദന്റെ അടുത്ത് പോകാൻ പറയും. മുക്തിദാത മുകുന്ദനാണെന്ന് പറയും. അങ്ങനെ വ്യാഘ്രപാദർ നടന്ന് ഈ സ്ഥലത്ത് വന്ന് ഭഗവാനെ കാണും. അങ്ങനെ വ്യാഘ്രപാദർക്ക് മോക്ഷം കിട്ടിയ സ്ഥലമാണ് ഈ സ്ഥലം. അത് മാത്രമല്ല, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു സന്നിധി ഞാൻ പറഞ്ഞില്ലേ, ഒരു സെപ്പറേറ്റ് സന്നിധി ആദിശേഷനുണ്ട്. ഭഗവാന്റെ ആദിശേഷന് ഭഗവാൻ കിടക്കുന്ന ആ പാമ്പ് സാക്ഷാൽ ബലരാമനാണ് അദ്ദേഹം. ഇതായി കാണുന്നത് ആദിശേഷനാണ്. ആദിശേഷനും ഗരുഡനുമായിട്ട് ഒരിക്കൽ തർക്കമാവും. ഈ ഭക്തന്മാർക്കിടയിൽ ഇതേപോലെ നീ ഏറ്റവും കൂടുതൽ സേവ ചെയ്യൂ, ഞാൻ ഏറ്റവും കൂടുതൽ സേവ ചെയ്യൂ, നോക്കാം എന്നിട്ട് അങ്ങനെ തർക്കങ്ങളൊക്കെ ഉണ്ട്. അത് സാധാരണ ഭൗതികമായിട്ടുള്ള ആൾക്കാർ തമ്മിൽ തർക്കിക്കുന്ന പോലെയല്ല, അത് തെറ്റിദ്ധരിക്കാൻ പാടില്ല. അങ്ങനെ രണ്ടുപേരും കൂടെ ഇതാവും, തർക്കമാവും. അവർ പോയി നേരെ ഭഗവാൻ എടുത്ത് ചോദിക്കും, ഞങ്ങൾ രണ്ടുപേരിൽ ആരാണ് ഏറ്റവും കൂടുതൽ അങ്ങേക്ക് സേവ ചെയ്യുന്നത്? ഭഗവാൻ നോക്കി, നമ്മൾ പെട്ടുപോയല്ലോ. കാരണം രണ്ടുപേരും മെയിൻ ആൾക്കാരാണ് ഭഗവാന്റെ. ഭഗവാൻ നിൽക്കുമ്പോൾ ഗരുഡൻ പറക്കുമ്പോൾ ഗരുഡൻ കൂടെ വരും. ഗരുഡന്റെ മുകളിലാണ് ഭഗവാൻ പറക്കുന്നത്. ഭഗവാൻ ഇരുന്ന് കഴിഞ്ഞാൽ അപ്പൊ ആദിശേഷൻ ചെയറായിട്ട് മാറും. ഭഗവാൻ കിടന്നാലും ആദിശേഷൻ അത് ആ ബെഡായിട്ട് മാറി. അപ്പൊ ഭഗവാന് രണ്ടുപേരും വിട്ടുകൊടുക്കാൻ പറ്റില്ല. അപ്പൊ ഭഗവാൻ ആദിശേഷനെ വിളിച്ചിട്ട് പറയും, നീ ഒരു കാര്യം ചെയ്യും, നിനക്ക് ഞാൻ സെപ്പറേറ്റ് കൺസിഡറേഷൻ ആണ്, നീ നേരെ ഇങ്ങോട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞ് ഈ സ്ഥലത്തോട്ട് തിരുപ്പുലിയൂരിലോട്ട് ഭഗവാൻ ആദിശേഷനെ വിളിക്കും. അങ്ങനെ ആദിശേഷൻ ഇവിടെ വന്ന് ഭഗവാനെ കാണും. ഭഗവാൻ ആദിശേഷന്റെ കൂടെ നിനക്ക് ഞാൻ സെപ്പറേറ്റ് റൂം തരാം, നീ തൊട്ട് ഇവിടെ ഇരുന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് ആദിശേഷൻ അനുഗ്രഹിക്കും. അങ്ങനെ ആദിശേഷന് സാധാരണ സെപ്പറേറ്റ് ആയിട്ട് സ്ഥലമില്ല, എപ്പോഴും ഭഗവാന്റെ താഴെ ആദിശേഷൻ കിടക്കുള്ളൂ. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ആദിശേഷൻ സെപ്പറേറ്റ് സന്നിധിയുണ്ട്, ശ്രീകോല്. അങ്ങനെ ആദിശേഷൻ ഹാപ്പി ആയിട്ട് തൊഴുതുകൊണ്ടിരിക്കുന്നത് കണ്ട. അപ്പോൾ ആർക്കൊക്കെയാണോ സർപ്പദോഷം ഇതൊക്കെ ഉള്ളത് അവരിവിടെ വന്ന് ഭഗവാന് ആദിശേഷന് പാൽപ്പായസം നിവേദ്യം ചെയ്യും. ആർക്കെങ്കിലും സർപ്പദോഷം ഉണ്ടെങ്കിൽ നേരെ ഈ സ്ഥലത്ത് പോയാൽ മതി. അപ്പൊ ഈ പാൽപ്പായസം നേർച്ച ചെയ്ത് കഴിഞ്ഞാൽ സർപ്പദോഷങ്ങളൊക്കെ മാറും. ഇവിടെ ഒരു വലിയ തീർത്ഥമുണ്ട്, പുഷ്കരണി തീർത്ഥം. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ ഗരുഡൻ നേരെ പറന്ന് നോക്കിയപ്പോ ആദിശേഷൻ ഈ സ്ഥലത്തിരിക്കുന്നു. ആദിശേഷൻ ഗരുഡനെ നോക്കി ചിരിക്കുകയാണ്. എന്താ ഗരുഡ, എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ? ഗരുഡൻ പറഞ്ഞു, നീ എങ്ങനെ ഇവിടെ എത്തി? ഞാൻ ഇവിടെ ഹാപ്പി ആയിട്ടിരിക്കുകയല്ലേ, എനിക്ക് ഭഗവാൻ സെപ്പറേറ്റ് സന്നിധിയൊക്കെ തന്നിട്ടുണ്ടെന്ന് പറയും. ഗരുഡനെ നോക്കി ആദിശേഷൻ ഒരു ഇതില് ചിരിക്കും. അങ്ങനെ വളരെ ഒരു മനോഹരമായിട്ടുള്ള ലീല നടന്ന സ്ഥലമാണ്. ഇവിടുത്തെ പ്രത്യേകത ഇതാണ് തീർത്ഥം, പുഷ്കരണി തീർത്ഥം. മറ്റൊരു പ്രത്യേകത നോക്കിക്കഴിഞ്ഞാൽ ഗരുഡൻ ഉണ്ടോ, ഗരുഡനാണ് കാണിച്ചത്. ഇപ്പോ ഇവിടെ വേറൊരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഭഗവാൻ തെക്ക് നോക്കിയാണ് ഇരിക്കുന്നത്. ശ്രീരംഗത്ത് രംഗനാഥസ്വാമി തെക്ക് നോക്കിയിരിക്കുകയാണ്. അതേപോലെ ഇവിടെയും ഭഗവാൻ തെക്ക് നോക്കിയിരിക്കുകയാണ്. ഇവിടുത്തെ തീർത്ഥം പുഷ്കരണി തീർത്ഥം, മാനസ പുഷ്കരണി എന്നാണ് പേര്. അവിടുത്തെ ലക്ഷ്മി ദേവിയുടെ പേര് ദയാനായകി തായാർ. അങ്ങനെ ഗരുഡൻ വന്ന് ഭഗവാൻ ആദിശേഷനെ കാണും. ഇപ്പൊ ഭഗവാൻ നോക്കി ആദിശേഷന് സന്നിധി കൊടുത്ത് മുകളില് ഗരുഡന് എന്തെങ്കിലും ചെയ്യണമല്ലോ എന്നുകൊണ്ട് ഗരുഡനെ പിടിച്ച് താഴെ എടുത്തു, കോലിന് താഴെ. അങ്ങനെ ഗരുഡനൊരു സന്നിധി ഉണ്ട് താഴെ, ആദിശേഷന് മുകളിലൊരു സന്നിധി ഉണ്ട് ഭഗവാന്റെ അടുത്ത്. അങ്ങനെ ആദിശേഷനും ഗരുഡനും പ്രാധാന്യമുള്ള സ്ഥലമാണ് ഈ സ്ഥലം. ഭഗവാന്റെ പേര് കൃപാസമുദ്ര പെരുമാൾ, തിരുച്ചിരുപ്പുലിയൂർക്ക് ജയ്. കഥ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു പ്രഭു.
ഈ കഥകളൊക്കെ നിങ്ങൾ ഓർമ്മിച്ച് വെച്ചേക്കണം. ഇല്ല യൂട്യൂബിൽ റെക്കോർഡിംഗ് ഉണ്ട്, പിന്നെ എപ്പോഴെങ്കിലും കേൾക്കാൻ വേണമെങ്കിൽ. അപ്പൊ നമ്മൾ 2 ദിവ്യദേശം പോയി. ഏതൊക്കെയാണ്? തേരാഴുണ്ടോറും പിന്നെ രണ്ടാമത്തത് തിരുച്ചിരുപ്പുലിയ. പുലിയൂർ തിരിച്ചൊരു പുലിയുടെ ഊര്. ഓക്കെ, മാതാജിക്ക് സ്പെഷ്യൽ ഗിഫ്റ്റ് കൊടുക്കണം കേട്ടോ. വൈദ്യുതി പ്രഭു, മാതാജിയുടെ പേരെന്താ? അജന്ത മാതാജിയെ ക്യാൻസർ പറയുന്നുള്ളൂ, ബാക്കി ആരും ഇവിടെ ഒന്നും പറയുന്നില്ല. നോക്കട്ടെ. അടുത്തത് വ്യാഘ്രപാതയുടെ ഇല്ല, അതറിഞ്ഞൂടാ. വ്യാഘ്രപാത കഥ പറയുന്ന പ്രഭു പറയൂ. അങ്ങനെ ഇല്ല, അത് പറ്റുമെങ്കിൽ കൊണ്ടുവരണേ. എന്തുകൊണ്ട് അദ്ദേഹത്തിന് വ്യാഘ്രപാദം കിട്ടി? അതാണ് ക്വസ്റ്റ്യൻ. അതിപ്പോ എന്നെ ചോദിച്ചു കൊടുക്കല്ലേ. ഇനി അദ്ദേഹത്തിന്റെ ചരിത്രം ഞാൻ നോക്കിയിട്ടില്ല. നിങ്ങൾക്ക് അറിയാമെങ്കിൽ പറയും. ഇല്ല, എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ ആദ്യമായിട്ട് കേൾക്കണം, അതുകൊണ്ടാണ് ഞാൻ. ഓക്കെ. ഋഷിമാരിൽ ഇങ്ങനെ കുറെ ഉണ്ട്. ഋഷ്യ ശൃംഗർ, മാന്റെ കൊമ്പുള്ള മുനി, വ്യാഘ്രപാദർ, ഇങ്ങനെ കുറെ പേരുണ്ട്. കഥ അവരുടെ ചരിത്രം നോക്കണം ഇനി എടുത്ത്. ഓക്കെ, നമുക്ക് ദിവ്യദേശത്തിലോട്ട് പോവാം. ഓക്കെ, 25 തലൈച്ചങ്ക നാൻമതിയും. ഇതൊക്കെ നല്ല പ്യൂർ തമിഴ് പേരാണ്. ഓക്കെ, നമുക്ക് വീഡിയോ കണ്ടുകൊണ്ടേ ഇത് കാണാം. ഇതൊരു വലിയൊരു ഗ്രാമമാണ്, കുഗ്രാമം. കടലിന്റെ അടുത്തായിട്ട് വരും. മായപുരം ഡിസ്ട്രിക്റ്റിൽ ഫുൾ കാടാണ്, ചുറ്റും കാടുകൾ. ഇവിടുത്തെ ഭഗവാന്റെ സംസ്കൃത പേര് നോക്കിക്കഴിഞ്ഞാൽ ചന്ദ്രശാപഹര പെരുമാൾ, ചന്ദ്രന്റെ ശാപം മാറ്റിയ പെരുമാൾ. എന്താണ് ചന്ദ്രന് ശാപം കിട്ടിയത്? നമുക്ക് നോക്കാം. ഈ നാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നാൻ മതിയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചന്ദ്രൻ എന്നാണ് അർത്ഥം. മതിയം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? മനസ്സ്. തമിഴില് മതി എന്ന് വെച്ചാൽ മനസ്സ്. നാൻ മതിയ പെരുമാൾ, അതായത് ചന്ദ്രനും മനസ്സുമായിട്ട് എന്തോ ലിങ്ക് ഉണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. എന്താണ് ലിങ്ക്? ആർക്കെങ്കിലും പറയാമെങ്കിൽ അവർക്കൊന്ന് ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് പൈതൽ പ്രഭു തരുന്നതായിരിക്കും. ചന്ദ്രൻ മനസ്സിനെ പ്രതിനിധീകരിക്കുന്നു. ഓക്കെ, അത് കറക്റ്റ്. ഇതെല്ലാം ഒന്നുകൂടെ ഉണ്ട്. ഇത് മാതാജി പറഞ്ഞ കറക്റ്റ് ആണ്. ജാതകം അനുസരിച്ച് നമ്മളെ മനസ്സിന്റെ അമാവാസയ്ക്ക് നമ്മളെ മനസ്സ് വേറെ രീതിയിലിരിക്കും, പൗർണമിക്ക് വേറെ രീതിയിലിരിക്കും. ഇപ്പൊ നമ്മൾ ചന്ദ്രന്റെ ഇത് മാറ്റം അനുസരിച്ച് നമ്മുടെ മനസ്സിൽ എല്ലാവരുടെ ജീവാത്മാക്കളുടെ മനസ്സിൽ മാറ്റം ഉണ്ടാവും. ഇത് അസ്ട്രോളജിക്കലി പ്രൂവ് ചെയ്തിട്ടുള്ള കാര്യമാണ്. വേദത്തില് ഇതേപോലെ ഉണ്ട്, ചന്ദ്രന് മനസ്സുമായിട്ട്. ഇതിനകത്ത് പ്രഭു ഉണ്ടോ നോക്കട്ടെ, ശങ്കർ പ്രഭു. ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഏറ്റവും പ്രധാനപ്പെട്ട സംഭവമാണ് ചന്ദ്രമാമനസോ ജാതഃ. ഭഗവാന്റെ വിഷ്ണുവിനെ കുറിച്ച് വർണ്ണിക്കുന്ന സമയത്ത് വിരാട് പുരുഷ വർണ്ണയിൽ പറയാണ്, ചന്ദ്രമാമനസോ ജാതഃ ചക്ഷോർ സൂര്യോ ജായത മുഖാഗിന്ദ്രശ്ച അഗ്നിശ്ച പ്രാണാത് വായുരജായത. അത് പുരുഷ സൂക്തമല്ലേ പ്രഭു? അത് തന്നെ. പുരുഷ സൂക്തത്തില് വിഷ്ണുവിന്റെ മനസ്സാണ് ചന്ദ്രൻ പറയുന്നത്. ചന്ദ്രമാമനസോ ജാതഃ ചക്ഷോർ സൂര്യോ അജായത. ചക്ഷുസ് ഭഗവാന്റെ കണ്ണുകളാണ് സൂര്യൻ. മുഖ അഗിന്ദ്ര, മുഖം ഇന്ദ്രൻ. അഗ്നിശ്ച, മുഖത്തിലെ ഇന്ദ്രൻ അഗ്നിയും. പ്രാണാത് വായുരജായ, പ്രാണൻ വായു. നാഭ്യ ആസീത് അന്തരിക്ഷം, ഭഗവാൻ വിഷ്ണുവിന്റെ നാഭി എന്നാണ് അന്തരിക്ഷം വരുന്നത്. അപ്പൊ ഇതിനൊക്കെ ഫുൾ ഡീറ്റെയിൽ അതിനകത്തുണ്ട്. ഇപ്പൊ നാൻ മതിയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നാൻ എന്ന് വെച്ചാൽ ചന്ദ്രൻ, മതി എന്ന് വെച്ചാൽ മനസ്സ്. അതായത് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിനകത്തുള്ള ഈ ഇങ്ങനത്തെ മൂഡ് സ്വിങ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളവർക്ക്, ചില നക്ഷത്രക്കാർക്ക് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഈ ജന്മനായ. അവരിങ്ങനെ ഇപ്പോഴും മൂടിയായിട്ടിരിക്കും, ഒന്നും ചെയ്യില്ല, എന്തെങ്കിലും പറഞ്ഞാൽ ചെയ്യില്ല. ഇങ്ങനെ മന്ദബുദ്ധി എന്നല്ല, അവർക്ക് ബുദ്ധിയൊക്കെ ഉണ്ട്, പക്ഷെ അവരുടെ ഈ ജ്യോത്സ്യം ഇതനുസരിച്ച്, ജാതകം ജനിച്ച സമയം അനുസരിച്ച് അവരിങ്ങനെ എപ്പോഴും തമോ ഗണത്തിൽ ഇങ്ങനെ മനസ്സ് ശരിയില്ല, ഡിപ്രഷൻ പോലെയൊക്കെ ഇങ്ങനെ ഇരിക്കും. അങ്ങനത്തെ ഉള്ള ആൾക്കാർക്കൊക്കെ ഇവിടെ വന്ന് ഭഗവാനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എല്ലാം ശരിയാവും. ചന്ദ്രന് ശാപം കിട്ടി. അതായത് ചന്ദ്രന്റെ ഭാര്യമാരാണ്? 28 നക്ഷത്രങ്ങള്. 28 ആക്കിയാ മതി, 27 അല്ലേ? 27 രോഹിണി. അതാണ് ചന്ദ്രന്റെ. ഈ ചന്ദ്രൻ 27 ഭാര്യമാരാണ്, കറക്റ്റ് ആണ്. അപ്പോ അതില് ചന്ദ്രന് ഏറ്റവും കൂടുതൽ ഇഷ്ടം രോഹിണിയാണ്. ഇപ്പൊ 27 നക്ഷത്രവും ദക്ഷന്റെ മക്കളാണ്. ഇപ്പൊ ദക്ഷൻ നോക്കിയപ്പോ ബാക്കി ഒരു ഭാര്യ ഇവൻ നേരെ നോക്കുന്നില്ല, രോഹിണിയെ മാത്രം എപ്പോഴും കൊണ്ട് നടക്കുന്നു, കറങ്ങുന്നു, രോഹിണിക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കുന്നു. ഇത് കണ്ടപ്പോ ദക്ഷന് ദേഷ്യം വന്നു. ദക്ഷൻ ചന്ദ്രനെ നോക്കി ശപിക്കും. എന്ത് ശപിക്കും? നിനക്ക് ക്ഷയരോഗം വരട്ടെ എന്ന് പറയും, ശപിക്കും. അങ്ങനെ ചന്ദ്രന് ക്ഷയമായി. ചന്ദ്രൻ നേരെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ
ഇവിടെ വന്ന് ഭഗവാനെ പ്രാർത്ഥിച്ചു. അങ്ങനെ ഭഗവാൻ ചന്ദ്രന് ദർശനം കൊടുത്ത് ആ ക്ഷയരോഗമൊക്കെ മാറ്റി. അതുകൊണ്ട് ഇവിടുത്തെ തീർത്ഥം നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ പേര് ചന്ദ്രപുഷ്കരണി എന്നാണ്. ഇവിടുത്തെ വിമാനം കണ്ടു കഴിഞ്ഞാൽ അറിയാം, ചന്ദ്രവിമാനം. അപ്പൊ ഇതാണ് നാൻമതിയം എന്ന് പറഞ്ഞ ആ വേർഡിന്റെ അർത്ഥം. അപ്പൊ ഈ തിരുച്ചങ്കം നാൻമതിയം എന്നാണ് ഇതിന്റെ ഫുൾ പേര്. ചങ്കം എന്ന് വെച്ചാൽ ശംഖ്. അപ്പൊ പണ്ട് ശംഖകാലത്തിലുള്ള തമിഴന്മാരൊക്കെ ഇവിടെ ഇതിന്റെ അടുത്ത് കടലുണ്ട്. ആ കടലിൽ വന്ന് സ്നാനം ചെയ്യാനായിട്ട് വരും. അപ്പൊ അവരുടെ അടുത്ത് ഈ ശംഖ്, ഇഷ്ടംപോലെ ശംഖുകളുണ്ട്, ശംഖിന്റെ എക്സ്പെർട്ടാണ്. അവരിവിടെ വന്ന് ശംഖൊക്കെ വെക്കും. അപ്പൊ അങ്ങനെയാണ് ഈ തിരുച്ചങ്കം എന്നുള്ള പേര് അതിന് വന്നത്. തിരുച്ചങ്കം എന്ന് വെച്ചാൽ സ്ഥലത്തിന്റെ പേരാണ്. നാൻമതിയം എന്നാണ് അതിന്റെ മെയിൻ പേര്, യഥാർത്ഥ പേര്. ചന്ദ്രശാപഹര പെരുമാൾ എന്നാണ് സംസ്കൃതത്തിൽ. പിന്നെ ഈ സംസ്കൃതത്തിന്റെ പേര് ഈ തമിഴും സംസ്കൃതവും എന്താണെന്ന് അറിഞ്ഞുകൂടായിരിക്കും. സംസ്കൃതത്തിലെ ഒരു വേർഡും തമിഴുകാർ എടുക്കില്ല. തമിഴിന് സെപ്പറേറ്റ് ആണ്. ദ്രാവിഡ ഭാഷ എന്ന് പറഞ്ഞാൽ അവര് എല്ലാവർക്കും സെപ്പറേറ്റ് വേർഡുകളുണ്ട്. അതിലോട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. നിങ്ങളെല്ലാം വീഡിയോ കണ്ടോളൂ തൽക്കാലം. ഇതൊരു മൊത്തവും കാടാണ് ഈ സ്ഥലം. വലിയ ഗ്രാമം, കുഗ്രാമം. ഈ ക്ഷേത്രമൊക്കെ ഇങ്ങനെയൊക്കെ ഇതൊക്കെ പറഞ്ഞ് വീഡിയോ ഒക്കെ എടുത്തുകൊണ്ട് നമുക്കൊക്കെ മനസ്സിലാവുന്നില്ല. നമ്മൾ മലയാളികൾക്കൊന്നും 108 ദിവ്യദേശത്തിനെ കുറിച്ച് വലുതായിട്ട് പിടുത്തം കാണില്ല. നമ്മൾ ശ്രീരംഗം, തിരുപ്പതി, പത്മനാഭസ്വാമി ക്ഷേത്രം എന്നൊക്കെ പറഞ്ഞ് മെയിൻ വലിയ ക്ഷേത്രങ്ങളിലേ പോവുള്ളൂ. ഈ ചെറിയ ചെറിയ ക്ഷേത്രങ്ങൾ ഇതും വളരെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളാണ്. 108 പ്രധാനപ്പെട്ടാണ് ഇതൊക്കെ. അപ്പൊ ഇവരൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ഈ വീഡിയോ കാണാനും കേൾക്കാനുള്ള ഭാഗ്യം കിട്ടി. ആലോചിച്ച് നോക്കണം, ഇവിടെയൊക്കെ ആൾക്കാർ വല്ലപ്പോഴും വരും പോവും. എന്നിട്ട് അവിടെ പൂജാരിമാർ നോക്കുക, കറക്റ്റായിട്ട് ഡെയിലി രാവിലെ അഭിഷേകം പൂജയൊക്കെ കറക്റ്റായിട്ട് നടക്കുന്നുണ്ട്. അവരാരെയും പ്രതീക്ഷിച്ചല്ല അവിടെ പൂജ ചെയ്യുന്നത്. ഗവൺമെന്റ് ഒക്കെ ഇതൊക്കെ ഏറ്റെടുത്ത് ചെയ്യേണ്ട കാര്യങ്ങളാണ്. പക്ഷെ ഗവൺമെന്റ് ഒന്നും, മിക്കവാറുമുള്ള കോവിലുകളൊന്നും ഗവൺമെന്റ് നോക്കുന്നില്ല. അവിടുത്തെ ഭക്തന്മാരും ആ ഗ്രാമത്തിലുള്ളവരൊക്കെ എന്തോ കിട്ടുന്ന പൈസ എടുത്ത് കുറച്ച് ഇട്ട് ഡൊണേഷനെ കൊടുത്താണ് ഈ കോവിലൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇതൊക്കെ ആക്ച്വലി ഗവൺമെന്റിന്റെ കയ്യിൽ വന്നു കഴിഞ്ഞാൽ, നല്ല രീതിയിലുള്ള ഗവൺമെന്റ് ആണെങ്കിൽ ഇതൊക്കെ നന്നായിട്ട് ഡെവലപ്പ് ചെയ്ത് റെഡിയാക്കി എടുക്കും. ഇപ്പൊ തിരുവട്ടാറ് കണ്ട എങ്ങനെയിരുന്ന ക്ഷേത്രമാണ് തിരുവട്ടാറ്. ഇപ്പൊ ഗവൺമെന്റ് കയ്യിൽ നിന്ന് പണ്ട് നല്ല ആൾക്കാർ വന്നുകൊണ്ട് അവർ കുറച്ചൊക്കെ നല്ലത് ചെയ്തു. ഇപ്പൊ വീണ്ടും കൈ വിട്ട് പോയി. പിന്നെ നമ്മളെ ഇസ്കോൺകാരൊക്കെയാണ്. ഇസ്കോൺ, ബാംഗ്ലൂർ ഇസ്കോൺ ആണ് ഇപ്പൊ തിരുവട്ടാർ ക്ഷേത്രത്തിന്റെ കൃഷ്ണകോവിൽ കംപ്ലീറ്റും പുതുക്കി പണിഞ്ഞ് കൂരയൊക്കെ ചെയ്ത് റെഡിയാക്കി എടുത്തത്. അപ്പൊ നമുക്ക് ഈ ക്ഷേത്രങ്ങളൊക്കെ തന്നെ നല്ല ഡെവലപ്പ് ചെയ്ത് ഇതിനൊക്കെ നല്ല പബ്ലിസിറ്റി കൊടുത്ത് പ്രചരണമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ആൾക്കാരും ഇതുവഴി എത്രയോ ആൾക്കാരുടെ ജീവിതം രക്ഷപ്പെടും. എത്ര ആൾക്കാർക്ക് പുണ്യം കിട്ടും, എത്ര പേർക്ക് ഭക്തി ഉണ്ടാവും, നമുക്ക് എത്ര പ്രീച്ച് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി എന്ന് അറിയാമോ ഇതൊക്കെ. അപ്പൊ നമ്മൾ 3 ദിവ്യദേശം പോയിരിക്കുകയാണ്. അടുത്തത് 4-മത്തത്. ഭയങ്കര സ്പീഡാണല്ലോ ഞാൻ. തിരുഇന്തലൂർ. ഇതും ചന്ദ്രനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്ഷേത്രമാണ്. ഇന്ദു പുഷ്കരണി, ഇവിടുത്തെ തീർത്ഥം ഇന്ദു പുഷ്കരണിയാണ്. ഈ കാണുന്ന തീർത്ഥമാണത്. സുഗന്ധവന ക്ഷേത്രമാണ്. ഈ ക്ഷേത്രത്തിന്റെ ഏരിയ കംപ്ലീറ്റ് ഭയങ്കര സുഗന്ധമാണ്. ഈ ക്ഷേത്രത്തിലെ പെരുമാളുടെ പേര് പരിമള രംഗനാഥ പെരുമാൾ. അതായത് ഭഗവാൻ ഭയങ്കര മണമാണ്. അടുത്തുകൂടെ പോകുമ്പോഴേ തന്നെ ഭയങ്കര സ്മെല്ലാണ്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ അങ്ങനെ അകത്ത് ഒറ്റക്കൽ മണ്ഡപത്തിൽ കയറി കഴിഞ്ഞാൽ ഉള്ളിൽ നിന്ന് ഒരു തുളസിയുടെ മണം ഇങ്ങനെ അടിക്കും, ഒരു ചൂട് കാറ്റ്. ഒരു തനിയൊരു അനുഭവമാണത്. അതേപോലെ ഇവിടെ ഭഗവാന്റെ പേര് പരിമള രംഗം. പരിമളം എന്ന് വെച്ചാൽ മണം. രംഗനാഥൻ, പരിമള രംഗനാഥ സ്വാമി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹത്തിന് എങ്ങനെ ആ പേര് കിട്ടി നോക്കാം. ആദ്യം കഥ കേട്ടിട്ട് പിന്നെ വീഡിയോ നോക്കാം. മധുകൈടവന്മാരെ കുറിച്ച് നിങ്ങൾ കേട്ട് കാണും. ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്. പ്രപഞ്ചത്തിന്റെ സൃഷ്ടിയുടെ തുടക്കത്തിന്റെ സമയത്ത് ഈ മധുകൈടവന്മാര്, അസുരന്മാര്, ഇവര് ബ്രഹ്മാവിന്റെ കയ്യിൽ നിന്ന് വേദം എടുത്തുകൊണ്ട് പോയി കളയും. ഈ വേദത്തിനെ കൊണ്ട് എസ്കേപ്പ് ആകും. അപ്പൊ ഭഗവാൻ അവതരിക്കും, വരാഹമൂർത്തിയായിട്ട് വന്ന് ഈ മധുകൈടവന്മാരെ കൊല്ലും. കഥയൊക്കെ വിശദമായിട്ട് മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഇവിടെ. അപ്പൊ അതിലോട്ട് പോകുന്നില്ല. അപ്പൊ ഇവര് ഈ വേദന്മാരാണ്. ഇവർ ഈ വേദത്തിനെ തൊട്ടപ്പോഴാണ് ഈ വേദത്തിന്റെ ആ മണം അങ്ങ് പോയി. ഈ അസുരന്മാരുടെ സ്മെല്ല് ആ വേദത്തിലോട്ട് വന്നു. നമ്മളെ ഈ ഭൂമിയിൽ തറയിലിരുന്ന് പൂജയൊക്കെ ചെയ്യുന്ന സമയത്ത് പായ എന്തെങ്കിലും വിരിച്ചിട്ട് അതിന്റെ മുകളിലേ ഇരിക്കാവൂ, അങ്ങനെ കേട്ടിട്ടുണ്ട്. ആരെയും കേട്ടിട്ടുണ്ടോ അങ്ങനെ? അതിന്റെ കാരണം എന്തെന്നറിയാമോ? അറിയാമോ? ആരെയും കേട്ടിട്ടുണ്ടോ അങ്ങനെ?
ഭൂമിയിൽ പായല്ലേ പല കേട്ടിട്ട് അതിന്റെ മുകളിൽ ഇരുന്ന് ജപിക്കാവോ ഇല്ലേ എല്ലാം ഭൂമിക്കകത്ത് പോകും. ഇങ്ങനെ കേട്ടില്ലേ ആരും? കേട്ടിട്ടുണ്ട് പ്രഭു. എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് അത് കാന്തം അതൊക്കെ സയന്റിഫിക് ആയിട്ട് പിന്നെ പ്രൂവ് ചെയ്ത സംഭവം. അതിൽ പുരാണികമായിട്ട് അതിനൊരു കാരണമുണ്ട്. വിശ്വതന്ത്ര തീർത്ഥസ്വാമി എന്ന് പറഞ്ഞ വലിയൊരു മാധവ സ്വാമി, അദ്ദേഹം ഇപ്പൊ ഇല്ല, സമാധിയായി. അദ്ദേഹം വന്നപ്പോ ഞാൻ അദ്ദേഹത്തിന് ചോദിച്ചു. അപ്പൊ അദ്ദേഹത്തിന് അറിയാത്ത പുരാണങ്ങളെ ഇല്ല, വേദവും പുരാണവും കരച്ചു കുടിച്ച ആളാണ്. അപ്പൊ അദ്ദേഹമാണ് പറഞ്ഞത്, പത്മപുരാണത്തിലെ ഒരു കഥയുണ്ട്. ഈ മധുകൈടവന്മാരെ ഹയഗ്രീവമൂർത്തി കൊല്ലും. ഹയഗ്രീവമൂർത്തി വെച്ച് കഴിഞ്ഞാൽ വിഷ്ണു തന്നെ കുതിര രൂപത്തിൽ വരും. ജ്ഞാനാനന്ദമയം ദൈവം നിർമ്മല സ്ഫടികാകൃതിയിൽ നല്ല വെള്ള കളറിൽ, ആധാരം സർവ്വവിദ്യാനാം, കംപ്ലീറ്റ് വിദ്യയുടെയും ഹെഡ് അദ്ദേഹമാണ്. അദ്ദേഹത്തിൽ നിന്നാണ് വിദ്യകളൊക്കെ ഉണ്ടായത്. ഹയഗ്രീവ ഉപാസ്മഹ എന്നാണ് അദ്ദേഹത്തിന്റെ മന്ത്രം. ജ്ഞാനാനന്ദമയം ദൈവം നിർമ്മല സ്ഫടികാകൃതിയും ആധാരം സർവ്വവിദ്യാനാം ഹയഗ്രീവ ഉപാസ്മഹേ. ഈ മന്ത്രം പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്കൊക്കെ പഠിത്തമൊന്നും വരുന്നില്ലെങ്കിൽ ഈ മന്ത്രം പറഞ്ഞു കഴിഞ്ഞാൽ പഠിത്തമൊക്കെ വരും പെട്ടെന്ന്. ബുദ്ധി പെട്ടെന്ന് കാര്യങ്ങളൊക്കെ മറക്കുന്നവർക്കൊക്കെ ഈ മന്ത്രം ഡെയിലി പറഞ്ഞാൽ മതി, നല്ല ബുദ്ധിയൊക്കെ നല്ല പവർഫുൾ ആയിട്ട് നിൽക്കും. അപ്പോ ഈ ഹയഗ്രീവ മൂർത്തിയാണ് സരസ്വതി ദേവിയുടെ ഗുരു. നമ്മളൊക്കെ വിദ്യ വരാനായിട്ട് സരസ്വതി ദേവി പൂജിക്കും, പക്ഷെ സരസ്വതി പൂജ ചെയ്യുന്നത് ഹയഗ്രീവ മൂർത്തിയാണ്, സാക്ഷാൽ വിഷ്ണുവാണ് അദ്ദേഹം. അപ്പൊ ഈ ഹയഗ്രീവ മൂർത്തി മധുകൈടവന്മാരെ വധിച്ചിട്ട് ഈ വേദത്തിനെ തിരിച്ചെടുക്കും. അപ്പൊ ഈ മധുകൈടവന്മാരെ വധിച്ച് ഇവരെ അടിച്ച് പേസ്റ്റ് ആക്കി ഭൂമിയുമായിട്ട് അങ്ങ് ചേർക്കും. അതേ എൻ്റെ അടുത്ത് പറഞ്ഞ അങ്ങനെയാണ്. ഭൂമിയായിട്ട് ചേർക്കുമ്പോൾ ഈ അസുരന്മാരുടെ അംശം ഈ ഭൂമിയിലുണ്ട്. ഈ ഭൂമി ഉണ്ടാക്കിയിരിക്കുന്നത് അവരുടെ അംശത്തിലാണ്, അവരുടെ ബോഡി ശരീരത്തിൽ ഇത് അതിന് മിക്സ് ആയിട്ടുണ്ട്. അപ്പോ നമ്മൾ ജപിക്കുന്ന സമയത്ത് തറയിൽ ജപിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ ഈ അസുരന്മാരുടെ കയ്യിൽ പോകും, അതിന് ഫലമില്ലാതായി പോകും. അതുകൊണ്ടാണ് ഒരു പലകയോ പായോ എന്തോ ഇട്ടിട്ട് അതിന്റെ മുകളിൽ ജപിക്കണം എന്ന് പറയും. ഇതൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞാണ്, ഇത് ശാസ്ത്രത്തിലുള്ള കാര്യമാണ്. പിന്നെ മാതാജികൾ പറഞ്ഞ ബാക്കി കാര്യങ്ങളൊക്കെ ശരിയാണ്, മാഗ്നറ്റിക് ഫോഴ്സ് അത് ഇതൊക്കെ, അതൊക്കെ സയന്റിഫിക് ആയിട്ട് പിന്നെ പ്രൂവ് ചെയ്ത കാര്യങ്ങളൊക്കെ. ഓക്കെ. അപ്പൊ ഇവര് ഈ വേദത്തിനെ എടുത്തോണ്ട് പോകും. അങ്ങനെ വേദത്തിലെ ഇവര് തൊട്ടോടുകൂടി ഈ വേദത്തിന്റെ ആ സ്മെല്ല് മണം പോയി അതിനകത്ത് നാറ്റം വരും. അപ്പൊ ഭഗവാൻ ഇവരെ കൊന്നിട്ട് വീണ്ടും ഭഗവാന്റെ സ്പർശനം ഏൽക്കുന്നതോടുകൂടി വേദത്തിന് വീണ്ടും ആ ഒരു സുഗന്ധം തിരിച്ചു കിട്ടും. അപ്പൊ അതാണ് ഇതിന്റെ പ്രത്യേകത. അതുകൊണ്ടാണ് ഭഗവാന്റെ പേര് പരിമള രംഗനാഥൻ. നമുക്കിനി വീഡിയോ കാണാം. ഇതൊക്കെ വളരെ മനോഹരമായിട്ടുള്ള ലീലകളാണ്. നമ്മൾ സാധാരണ ക്ഷേത്രങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ ഭഗവാൻ വിഷ്ണു കിടക്കുന്നത്, ശ്രീരംഗത്ത് പോയാൽ എങ്ങനെ രണ്ട് കൈയോടുകൂടി കിടക്കുന്നത്? ശ്രീരംഗത്ത് രണ്ട് കൈയാണോ 4 കൈയാണോ? ശ്രീരംഗത്ത് ഭഗവാൻ 2 കൈയാണ് 4 കൈയാണ്? എത്ര പേര് പോയിട്ടുണ്ട് ഇവിടെ? 4ആണോ? പോയിട്ടുണ്ട് പ്രഭു. പക്ഷെ നമ്മളതൊക്കെ ശ്രദ്ധിക്കണം. പത്മനാഭ സ്വാമിക്ക് 4 2 2 കൈ. പത്മനാഭ സ്വാമി ശ്രദ്ധിച്ചിട്ടുണ്ട് അല്ലേ? എത്ര പേര് പറയുന്നു ശ്രീരംഗനാഥ സ്വാമിക്ക് 4 ആണെന്ന്? ആരും ഒന്നും പറയുന്നത്? ആരും പോയിട്ടില്ല ശ്രീരംഗ ക്ഷേത്രത്തിൽ? പോയിട്ടുണ്ട് പ്രഭു. ശരി. 2018 പോയി. ശ്രീരംഗനാഥ സ്വാമിക്ക് 2 കൈയാണ്. വളരെ റെയർ ആയിട്ട് 4 കൈയുള്ള വിഷ്ണുവിന്റെ ക്ഷേത്രം കാണാൻ പറ്റുള്ളൂ. അതിൽ ഒരു ക്ഷേത്രമാണ് ഈ ക്ഷേത്രം. ഇവിടെ വിഷ്ണുവിന് 4 കൈയാണ്. ശംഖുചക്രത്തോടു കൂടി ഭഗവാൻ കിടക്കുകയാണ് ഇവിടെ. അതുകൊണ്ട് ഈ ഇവിടുത്തെ ദേവിയുടെ പേര് തന്നെ സുഗന്ധവന നാച്ചിയാർ എന്നാണ്. നാച്ചിയാർ എന്ന് വെച്ചാൽ ലക്ഷ്മി ദേവി. അപ്പൊ ഭഗവാൻ നല്ല വലിയ ഭീമാകാരമായിട്ടുള്ള രൂപമാണ്. അകത്തെ വീഡിയോ എടുക്കാൻ സമ്മതിച്ചിട്ടില്ലെന്ന് തോന്നുന്നു. വീഡിയോ എടുത്തിട്ടുണ്ടല്ലോ, അകത്തെ വീഡിയോ ഉണ്ട്. ഇവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഭഗവാൻ തൊട്ടടുത്ത് നിന്ന് കാണാം. ഒരു തനി ഫീലിംഗ് ആണ്. നിങ്ങൾ സമയം കിട്ടുമ്പോൾ ഈ ദിവ്യദേശ യാത്രയൊക്കെ നടത്തണം ഇന്ത്യയിലുള്ളവരൊക്കെ. തിരുമങ്കയാൽവാർ ഇവിടെ വന്ന സമയത്ത് ഉച്ചയ്ക്കായിരുന്നു. ഉച്ചയ്ക്ക് 11:30-12 സമയം. ആ സമയം കോവിൽ അടച്ചുപോയി. അപ്പൊ തിരുമങ്കയാൽവാർ ഭഗവാനായിട്ട് വഴക്കാവും. തിരുമങ്കയാൽ ഭഗവാന്റെ അടുത്ത് പറയും, നീ എന്ത് ഭഗവാനാണ്? ഞാൻ നിന്നെ തേടി ഇവിടം വരെ വന്നത് പോരാ, നീ വലിയ ഭക്തന്മാരുടെ അടുത്ത് ഭയങ്കര കാരുണ്യവാനാണെന്നൊക്കെ പറയുന്നതല്ലാതെ ഞാൻ ഇവിടെ വന്നപ്പോ നീ എനിക്ക് ദർശനമേ തരുന്നില്ല.
ഞാനാണെങ്കിൽ എന്റെ വീടും കുടുംബവും ഇതെല്ലാം വിറ്റ് ഇതാണ് തിരുവങ്കി ആൾവാർ വേലും പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കുടുംബവും ഭാര്യയും എല്ലാം വിട്ടിട്ട് നീയേ ശരണം എന്ന് പറഞ്ഞ് നടക്കുന്നത്. നീയാണെങ്കിൽ എന്റെ മൈൻഡ് പോലും ചെയ്യുന്നില്ല. ഭഗവാൻ പറയും തിരുവങ്കി ആൾവാർ നീ ദേഷ്യപ്പെടല്ലേ, ഞാൻ നിന്റെ ഹൃദയത്തിൽ തന്നെ എപ്പോഴും ഉണ്ടല്ലോ. തിരുവങ്കി ആൾവാർ നീ ഈ ഡയലോഗ് ഒന്നും എന്റെ അടുത്ത് അടിക്കണ്ട. ഇതൊരു പാസരമാണ് കേട്ടോ, ഞാൻ എന്റെ അർത്ഥമാണ് പറയുന്നത്. വലിയ ഡയലോഗ് ഒന്നും അടിക്കണ്ട. ഈ ഞാൻ നിന്റെ ഹൃദയത്തിലേ ഉണ്ടല്ലോ, നിന്റെ കൂടെ എപ്പോഴും ഉണ്ടല്ലോ, ഇതൊന്നും എനിക്ക് കേൾക്കണ്ട. ഇതൊക്കെ നീ വേറെ ഭക്തന്മാരടുത്ത് പറഞ്ഞാൽ മതി. എന്റെ ഭഗവാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ കൂടെ കളിക്കണം, എന്റെ കൂടെ പേഴ്സണലായിട്ട് എന്റെ കൂടെ ഇറങ്ങി വരണം, ഞാൻ പറയുന്നതൊക്കെ ചെയ്യണം, എന്റെ കൂടെ ഡാൻസ് ചെയ്യണം, എന്റെ കാമുകനായിട്ട് എന്റെ കൂടെ നിൽക്കണം. ഇതാണ് എന്റെ ഭഗവാൻ. അല്ലാതെ നിന്റെ ഈ വേദാന്തവും ഇതൊക്കെ നീ ബാക്കിയുള്ള ഭക്തന്മാരടുത്ത് പറഞ്ഞാൽ മതി, എന്റെ അടുത്ത് ഒന്നും ചെല്ലൂല എന്ന് പറഞ്ഞിട്ട് ഭഗവാനുമായിട്ട് വഴക്കിടും. അങ്ങനെ ഭഗവാനുമായിട്ട് തിരുവങ്കി ആൾവാർ ആ ഒരു ഭാവമാണ്, അത്ര ക്ലോസ് ആണ് ഭഗവാനുമായിട്ട്. ഈ സഖാക്കളൊക്കെ കൃഷ്ണലീലയിൽ നോക്കിയാൽ അറിയാം, കൃഷ്ണനുമായിട്ട് ഈ ഓരോ കളികളൊക്കെ കളിക്കുമല്ലോ. ആ സമയത്ത് അവർ പറയും, കൃഷ്ണ നീ തോക്കുകയാണെങ്കിൽ നീ ഞങ്ങളെ തോളിൽ ഏറ്റിക്കൊണ്ട് നടക്കണം എന്ന് പറയും. അതേപോലെ കൃഷ്ണൻ തോക്കും, വേണമെന്ന് പറഞ്ഞ് തോക്കും. അങ്ങനെ കൃഷ്ണൻ ഈ സഖാക്കളെയൊക്കെ തോളിൽ വെച്ചുകൊണ്ട് അവരെ ഈ മല ഫുള്ള് കയറി ഇറങ്ങും വൃന്ദാവനത്തിൽ. അതൊക്കെയാണ് അവരുടെ ലീലകൾ. അപ്പൊ ഭഗവാന് ഭക്തനുമായിട്ട് ആ ഒരു റിലേഷനാണ്, ഭയങ്കര ക്ലോസ് റിലേഷനാണ്. നമ്മൾ ഭഗവാൻ യഥാമാം പ്രപദ്യന്തി, ഭഗവാൻ പറയാണ് നിങ്ങൾ എൻ്റെ അടുത്ത് എങ്ങനെയാണോ ആ രീതിയിൽ ഞാൻ തിരിച്ചിരിക്കും. യഥാമാം പ്രപദ്യന്തി താം തദൈവ സൃജാമി. അപ്പൊ നമ്മൾ ഭഗവാന്റെ അടുത്ത് ഭഗവാനാണ്, ഞാൻ ദാസനാണ് എന്നുള്ള ഒരു ഭാവമാണെങ്കിൽ ആ ഒരു ഭാവത്തിൽ നിൽക്കും. അതൊന്നും പോരാ, എനിക്ക് ഭഗവാനെ കൂട്ടുകാരനായിട്ട് കാണണം, എനിക്ക് ഭഗവാനായിട്ട് കളിക്കണം എന്നുള്ളവർക്കൊക്കെ ആണെങ്കിൽ ആ ഒരു ഭാവം. നമ്മളെ ഭാവം അനുസരിച്ച് ഭഗവാൻ മൂഡ് ചേഞ്ച് ആവും. അത് മാത്രമല്ല, ഇവിടെ ഐപ്പസി മാസം വന്നു കഴിഞ്ഞാൽ ഒരു മാസം ഇവിടെ ഉത്സവമാണ്. തിരുമങ്കി ആൾവാർ ഭഗവാനെ കുറിച്ച് 10 പാസരം പാടിയിട്ടുണ്ട്. ഒരിക്കൽ ഗംഗയ്ക്കും കാവേരിക്കും തമ്മിൽ, ഞാൻ പറഞ്ഞില്ലേ ഒരു കഥയില്, ഗംഗയും കാവേരിയും തമ്മിൽ ഇതാവും, ഇതിന് ആരാണ് വലുതെന്ന് പറഞ്ഞ്. ആ ഒരു ഇതിനു ശേഷം ഗംഗയെ ഭഗവാന്റെ തലയുടെ അടുത്തും കാവേരിയെ ഭഗവാന്റെ പാദത്തിന്റെ അടുത്തും നിർത്തും. ഇപ്പം പോയി കഴിഞ്ഞാൽ, കോവിലിനകത്ത് പോയി കഴിഞ്ഞാൽ ഒരു സൈഡിൽ ഗംഗയും, തലയുടെ സൈഡിൽ ഗംഗയും മറ്റേ സൈഡിൽ കാവേരിയും ഉണ്ട്. അതേപോലെ തലഭാഗത്ത് സൂര്യനും ഉണ്ട്, പാദത്തിനുള്ള ആ ഭാഗത്ത് ചന്ദ്രനും ഉണ്ട്. എല്ലാം ശ്രീകോവിലിനകത്ത് ഫുള്ള് നിറഞ്ഞിരിക്കുകയാണ് ഇതൊക്കെ, ഇവരൊക്കെ. അങ്ങനെ ഭഗവാന്റെ പേരെന്താണ്? അല്ല, ഭഗവാന്റെ പേര് പരിമള രംഗനാഥൻ. കറക്റ്റ്. ഇവിടെ ഭഗവാൻ നല്ല വീരമായിട്ടുള്ള ശയനത്തിലാണ്. അതുകൊണ്ട് ഭഗവാന് വേറൊരു പേര് കൂടെ ഉണ്ട്, വീരശയന പെരുമാൾ. പരിമള രംഗനാഥ സ്വാമിക്ക് ജയ്. തിരുഇന്തലൂർ ഹിന്ദു പുഷ്കരണിയുണ്ട് ഈ സ്ഥലത്ത്. നമ്മളിതാ 4 ദിവ്യദേശം പോയിരിക്കുകയാണ്. ഏതൊക്കെയാണ് 4 ദിവ്യദേശം? തിരുവാഴന്തൂർ, പിന്നെ തിരുച്ചിരുപുലിയൂർ, ആ പിന്നെ തലൈ ചങ്ങനാൻ മടിയം, തിരുഇലന്തൂർ. ഓക്കെ. തിരുഇന്തലൂർ. ഇന്ദലൂറാണോ പ്രഭു? ഇന്തലൂർ. ഓക്കെ, വെരി ഗുഡ്. ഇതൊക്കെ ഓർമ്മ നിൽക്കുമോ? എനിക്കേ ഓർമ്മ നിൽക്കില്ല, എല്ലാം എഴുതി വെച്ചോണ്ടാ കേട്ടോ. പ്രഭു എഴുതി സൂക്ഷിച്ചു വെച്ചേക്കും. അത് തന്നെ, അങ്ങനെ സൂക്ഷിച്ച് വെച്ചിരുന്നാൽ മതി. എപ്പോഴെങ്കിലും പോകുമ്പോൾ ഈ കഥയൊക്കെ യൂട്യൂബിൽ കാണാം, അതൊക്കെ കേട്ട് അവിടെ പോയാൽ മതി. അടുത്ത ദിവ്യദേശം, 5ാമത്തെ ദിവ്യദേശത്തിൽ എത്തിയിരിക്കുകയാണ് നമ്മൾ. ഇന്നത്തെ അവസാനത്തെ ദിവ്യദേശമാണ് തിരുനാങ്കൂർ, തിരുക്കാവലമ്പാടി. ഈ തിരുനാങ്കൂർ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനകത്ത് ഈ സ്ഥലത്തിന്, ഈ ഒരു ഏരിയയിൽ 11 ദിവ്യദേശം ഒരുമിച്ചാണ് ഈ സ്ഥലത്ത്. അതായത് ഈ 11 ദിവ്യദേശ പെരുമാൾ എങ്ങനെ വന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളെല്ലാം കേട്ട് കാണും, ദക്ഷയാഗം.
ഭാഗവത്തിലെ 4-ാം സ്കന്ധത്തിലെ ദക്ഷയാഗത്തിനും കുറിച്ച് പറയുന്നുണ്ട്. ദക്ഷയാഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദക്ഷൻ യാഗം ചെയ്യും. ദക്ഷന് ശിവനെ കണ്ടാലേ ഇഷ്ടമല്ല. ഒരു കാരണവുമില്ല, ശിവനെ കണ്ടാൽ ഇഷ്ടമല്ല ദക്ഷൻ. ശിവന് വളരെ താഴ്ന്ന രീതിയിൽ ദക്ഷൻ ശിവനെ അവമാനിക്കും. അതിനകത്ത് എങ്ങനെ അവമാനിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. വളരെ മ്ലേച്ഛമായ രീതിയിലാണ് ശിവൻ അവമാനിക്കുന്നത്. നീ ഒരു ശ്മശാനത്തിൽ, ശിവൻ ഒരു തെറ്റും ചെയ്തില്ല. ദക്ഷൻ വന്ന സമയത്ത് ബാക്കി എല്ലാവരും ദക്ഷനെ കണ്ട് എഴുന്നേറ്റു, ശിവൻ എഴുന്നേറ്റില്ല. ശിവൻ എപ്പോഴും കണ്ണടച്ച് ധ്യാനത്തിലായിരുന്നു. കാരണം ശിവൻ എഴുന്നേൽക്കേണ്ട ആവശ്യമില്ല. ദക്ഷനാര് ശിവനാര്. ദക്ഷൻ ഇവിടെ കിടക്കുന്നു, ശിവൻ ഇവിടെ കിടക്കുന്നു. ശിവന് വലുതെന്നോ ചെറുതെന്നോ ഭാവമൊന്നും ഇല്ല, നല്ലത് ചീത്തയെന്ന് ഭാവമില്ല. അദ്ദേഹം വിഷവും എടുത്ത് കുടിക്കും, അദ്ദേഹം ശ്മശാനത്തിൽ കിടക്കും, അദ്ദേഹം ഭസ്മം എടുത്ത് പൂശും. എന്നാലും അദ്ദേഹം ഫുൾ ശുദ്ധനാണ്, ഫുൾ പരിശുദ്ധമാണ്, മംഗളമാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ശിവൻ എന്ന് പേര് വന്നത്. ഈ ദക്ഷൻ ഇതൊന്നും അറിയാതെ ശിവനെ കയറി അവമാനിക്കും. നിന്റെ കണ്ണ് കണ്ട കുരങ്ങന്റെ കണ്ണാണ്, നീ ശ്മശാനത്തിൽ കിടക്കുന്നവനാണ്, തലയൊട്ടി ഇട്ടുകൊണ്ട് ഭസ്മവും ഡെഡ് ബോഡിയുടെ ഭസ്മവും പൂശിക്കൊണ്ട് കിടക്കും. കാരണം ദക്ഷൻ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര സർവാഭരണ ഭൂഷിതനായിട്ട് ഭയങ്കര സെറ്റപ്പിലാണ് വരുന്നത്. ദക്ഷൻ എന്ന് വെച്ചാൽ പേര് അർത്ഥം തന്നെ ഈ കുട്ടികളെ ഉണ്ടാക്കാൻ എക്സ്പെർട്ട് എന്നാണ് ദക്ഷൻ. ഒറ്റ ഇതില് 1000-10,000 കുട്ടികളെ ഉണ്ടായിക്കളയും. അപ്പൊ ദക്ഷൻ വിചാരിച്ച് ശിവന് ഇതൊന്നും ഇല്ല, കൾച്ചർ ഇല്ല എന്നൊക്കെ വിചാരിച്ച് ശിവനെ ചുമ്മാ അപരാധം ചെയ്യും. വൈഷ്ണവ അപരാധമാണ് ഏറ്റവും വലിയ അപരാധം. ബാക്കി എന്ത് തെറ്റ് ചെയ്താലും ഭഗവാൻ ക്ഷമിക്കും, വൈഷ്ണവ അപരാധം ക്ഷമിക്കൂല. അങ്ങനെ ദക്ഷൻ ശിവൻ അവമാനിക്കും. ശിവൻ ഒന്നും പറയില്ല, ശിവൻ അവിടെ മിണ്ടാതെ കേട്ടോണ്ടിരിക്കും. ഇതൊക്കെ കേട്ട് നന്ദിക്ക് ദേഷ്യം വരും. നന്ദി ഈ ദക്ഷനെയും കൂട്ടിരുന്ന ബ്രാഹ്മണരെ, ഭൃഗുവിനെയും അതിന്റെ പൂജാരിയെയും എല്ലാരെയും ശപിക്കും. ഈ ബ്രാഹ്മണരെയൊക്കെ ശപിക്കും. നിങ്ങളൊക്കെ ചുമ്മാ വേദം പഠിക്കുമെന്നല്ലാതെ നിങ്ങൾക്ക് വേദത്തിന്റെ ലക്ഷ്യമായ സർവ്വവേദത്തിന്റെ ലക്ഷ്യം എന്താണ്? എന്താണ് വേദം നമുക്ക് പഠിക്കുന്നതിന്റെ ലക്ഷ്യം? വേദം, പുരാണങ്ങൾ ഇതൊക്കെ പഠിക്കുന്നുണ്ടല്ലോ. ഇതിന്റെയൊക്കെ ലക്ഷ്യം എന്താണ്? വേദൈശ്യ സർവൈരഹമേവ വേദ്യോ, ഭഗവാൻ പറയാണ് ഭഗവത്ഗീതയിൽ. ഭഗവാനെ, കൃഷ്ണനെ അറിയുക എന്നുള്ളതാണ് വേദത്തിന്റെ പഠിക്കുന്നതിന്റെയൊക്കെ ലക്ഷ്യം. പക്ഷേ ഈ നന്ദി ഇവരെ ശപിക്കും ബ്രാഹ്മണരെ. ഇനി നിങ്ങളെ പരമ്പരയുള്ളവരെല്ലാരും ചുമ്മാ വേദം ഇങ്ങനെ പഠിക്കുമെന്നല്ലാതെ നിങ്ങൾക്ക് വേദത്തിന്റെ ലക്ഷ്യം എന്തെന്ന് മനസ്സിലാവാതെ ഈ കർമ്മകാണ്ഡത്തിൽ തന്നെ ഇങ്ങനെ കറങ്ങിക്കൊണ്ട് നടക്കും. ആചാരം, അനുഷ്ഠാനം, കർമ്മകാണ്ഡം എന്നല്ലാതെ ഇതിനപ്പുറം നിങ്ങൾ ഉയർന്നൊരു ജ്ഞാനമുണ്ട്, ഇതിന് മറ്റൊരു അർത്ഥമുണ്ട്, ഇതിന്റെയൊക്കെ അവസാനം എത്തിച്ചേരേണ്ടത് വിഷ്ണുവിന്റെ അടുത്താണ്, കൃഷ്ണന്റെ അടുത്താണ്. ആ ഒരു ലക്ഷ്യം മറന്ന് നിങ്ങൾ, പാത മറന്ന് നിങ്ങളൊക്കെ പോട്ടെ എന്ന് പറഞ്ഞ് ഇവരെ ശപിക്കും ബ്രാഹ്മണരെ. അതേപോലെ അവിടെ നിന്ന് ഗൃഹസ്ഥരെയൊക്കെ ശപിക്കും. നിങ്ങളൊക്കെ വെറും പൈസയ്ക്ക് വേണ്ടി ജോലി ചെയ്യുന്നവരായി പോട്ടെ എന്ന് ശപിക്കും. പിന്നെ ദക്ഷനെ നമുക്ക് ശപിക്കും, നീ മഹാദേവൻ അവമാനിച്ചു, അതുകൊണ്ട് നിന്റെ തല, നിനക്ക് ഈ തല നീക്കാനുള്ള യോഗ്യതയില്ല, നീ ആടിന് തുല്യമാണെന്ന് പറഞ്ഞ് ആടാടി പോട്ടെ എന്ന് ശപിക്കും. ഇതൊക്കെ കേട്ട ബ്രാഹ്മണർ അവർ ചുമ്മാ ഇരിക്കുമോ? അവര് ഈ ശിവന്റെ ആൾക്കാരെയൊക്കെ തിരിച്ച് ശപിക്കും. പറയും, നിങ്ങളൊക്കെ ശിവന്റെ കൂടെ വിളിക്കുന്ന നിങ്ങൾ എല്ലാവരും പാഷാണ്ടികളായി പോട്ടെ, നിങ്ങളൊക്കെ നിരീശ്വരവാദികളായി പോട്ടെ എന്നൊക്കെ പറഞ്ഞ് ശപിക്കും. കള്ള്, കഞ്ചാവ്, അതേപോലെ അങ്ങനത്തെ രീതിയിലായിട്ട് നിങ്ങൾ ആയിപ്പോട്ടെ എന്ന് പറഞ്ഞാൽ അവരെയൊക്കെ ശപിക്കും, ശിവഭക്തന്മാരെയൊക്കെ. അതുകൊണ്ടാണ് ഈ ശിവഭക്തന്മാരൊക്കെ നോർത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ അറിയാം, കഞ്ചാവ് വലിച്ചുകൊണ്ടിരിക്കും. ശിവൻ കഞ്ചാവൊന്നും വലിച്ചില്ല, ഇവര് കഞ്ചാവ് വലിക്കും. കാരണം അന്ന് ശാപം കൊടുത്തതാണ് ആര്? ഈ ദക്ഷന്റെ കൂടെയുള്ള ഭൃഹു, അങ്ങനത്തെ ഋഷിമാരൊക്കെ, ബ്രാഹ്മണരൊക്കെ, ഋഷിമല്ല ബ്രാഹ്മണൻ. അങ്ങനെ രണ്ട് സൈഡിൽ അങ്ങോട്ടും ഇങ്ങോട്ട് ശാപമായി. ഇതൊക്കെ കേട്ട ശിവൻ ഒന്നും മിണ്ടിയില്ല, അങ്ങ് ഇറങ്ങിപ്പോവും. അദ്ദേഹത്തിന് ചീത്ത വിളിച്ചാലും ഒന്നാണ്, പോഴ്ത്തിയാലും ഒന്നാണ്. കേൾക്കുന്നുണ്ടോ എല്ലാവർക്കും? എല്ലാരും പോയാ? കേൾക്കുന്നുണ്ടല്ലോ. കേൾക്കുന്നുണ്ട്. ഇതൊരു ഭാഗവത്തിലെ 4-ാം സ്കന്ധം വിസ്താരമായിട്ടുള്ള അധ്യായങ്ങളാണ്. ഞാൻ ചുരുക്കി പറഞ്ഞു പോകുന്നേ ഉള്ളൂ കഥയായിട്ട്. നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഞാൻ നമ്മൾ ലോക്കൽ ഭാഷയിൽ പറയാം. ഇതൊക്കെ വളരെ ഭയങ്കര ഭാഗവത രീതിയിൽ പ്രസംഗിച്ചു കഴിഞ്ഞാൽ കുറെ സമയം പിടിക്കും. നമുക്ക് പെട്ടെന്ന് മനസ്സിലാവണം കാര്യം, അത്രേ ഉള്ളൂ. അങ്ങനെ ശിവൻ അങ്ങ് പോവും, നേരെ ശിവൻ കൈലാസത്ത് പോവും. അങ്ങനെ കുറെ ദക്ഷയാഗമൊക്കെ ചെയ്ത് ശിവന് ഇത് കൊടുക്കൂല, ആഹുതിയൊന്നും കൊടുക്കൂല. ആ യാഗം കഴിഞ്ഞു. അതിനുശേഷം കുറെ കാലം കഴിഞ്ഞ് ദക്ഷൻ വീണ്ടും ഒരു യാഗം ചെയ്യും, 1000 വർഷത്തെ യാഗം. അതില് പാർവതി കൈലാസത്തിൽ നോക്കിയപ്പോ ദേവലോകത്തിലൂടെ ആൾക്കാരൊക്കെ പോകുന്നു, ദേവന്മാരൊക്കെ ഭാര്യമാരായിട്ട് ഇങ്ങനെ ആകാശത്തിലൂടെ സഞ്ചരിക്കുന്നു, ഋഷിമാരൊക്കെ പോകുന്നു. ആകാശം മൊത്തവും വെള്ളക്കളർ വിമാനങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അപ്പൊ പാർവതി നോക്കും, ഇവരൊക്കെ എവിടെ പോകുന്നു ചോദിക്കുമ്പോൾ അവർ പറയും, അറിഞ്ഞൂടെ, നിന്റെ അച്ഛനവിടെ യാഗം ചെയ്യാണ്, വരുന്നില്ലേന്ന് ചോദിക്കും. പാർവതിക്ക് അയ്യേനായി പോകും. സ്വന്തം അച്ഛൻ യാഗം ചെയ്യുന്നത് ദക്ഷയാഗം, എന്നെ വിളിച്ചില്ല. സതീദേവിയല്ലേ ഉള്ളത്?
സതി അത് തന്നെ. അപ്പൊ സതി നേരെ ശിവന്റെ അടുത്ത് പോകും. ശിവന്റെ അടുത്ത് പോയി ശിവന്റെ അടുത്ത് കാര്യം പറയും. നമ്മള് ഇതൊന്നും വെക്കാൻ പാടില്ല. അച്ഛൻ, ഗുരു, ഭർത്താവ് ഇവര് 3 പേരും വിളിച്ചില്ലെങ്കിൽ പോവാം. ഇൻവിറ്റേഷന്റെ ആവശ്യമൊന്നുമില്ല. അപ്പോ ഞാൻ പൊയ്ക്കോട്ടേന്ന് ചോദിക്കും. ശിവൻ എന്തായാലും വരില്ലെന്ന് സതിക്കറിയാം. ശിവൻ പറയും, നമ്മള് ഒരു സ്ഥലത്ത് പോകുന്നതിന് മുമ്പ് ആദ്യം ആലോചിക്കണം. അച്ഛനൊക്കെ ശരി തന്നെ, അങ്ങേർക്ക് എന്നെ കണ്ടാലേ ഇഷ്ടമല്ല. കണ്ടെടുത്ത് ഞാൻ ചുമ്മാ പോയാലേ അങ്ങേര് എന്നെ ശപിക്കുകയാണ്. ഇപ്പൊ ഞാനായിട്ട് നീ എന്റെ ഭാര്യയായിട്ട് നിന്നെ അങ്ങേരെ ബഹുമാനിക്കാനൊന്നും പോകുന്നില്ല, നിന്നെ അപമാനിക്കും. അതുകൊണ്ട് പോവാതിരിക്കുന്നതാണ് നല്ലത്. എന്റെ അഭിപ്രായം അതാണെന്ന് പറയും. പാർവതി കുറെ നേരം സംസാരിച്ച് ശിവനെ പതുക്കെ കൺവിൻസ് ചെയ്ത് ലാസ്റ്റ് ശിവൻ പറയും, ശരി നിന്റെ ഇഷ്ടം, ഞാൻ എന്ത് പറയാനായിട്ട് ഉണ്ടായിരിക്കും. അങ്ങനെ പാർവതി മാത്രം പോവും. പോകുന്ന സമയത്ത് എന്താവും, ദക്ഷൻ മൈൻഡേ ചെയ്യില്ല. ദക്ഷന്റെ ഭാര്യയൊക്കെ വരവേൽക്കും, സതിയെ വിളിച്ച് മോളെ എന്നൊക്കെ പറയും. പക്ഷെ ദക്ഷൻ മൈൻഡേ ചെയ്യില്ല. യാഗമൊക്കെ തുടങ്ങുമ്പോൾ ശിവന് മാത്രം ആഹുതി കൊടുക്കില്ല, ബാക്കി എല്ലാവർക്കും കൊടുക്കും. പാർവതി അച്ഛൻ അപ്പൊ തന്നെ ആ യജ്ഞശാലയിൽ പറയും, നിങ്ങൾ എന്താണ് കാണിക്കുന്നത്? ശിവൻ ആഹുതി കൊടുക്കാതെ എങ്ങനെ ഒരു യജ്ഞം പൂർണ്ണമാവും? രുദ്രൻ ആഹുതി കൊടുക്കാതെ എങ്ങനെ ഒരു യജ്ഞം ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞ് വലിയ വിഷയമായി. നിങ്ങൾക്ക് ശിവന്റെ അടുത്ത് ഒരു കാരണമില്ലാതെ അസൂയാണ്. എന്നിട്ട് ശിവനെ കുറിച്ച് പാർവതി പുകഴ്ത്തും. അദ്ദേഹത്തിന്റെ പാദത്തിലെ ബ്രഹ്മാവും ദേവന്മാരൊക്കെ പോലും അദ്ദേഹത്തിന്റെ പാദത്തിൽ വന്ന് നമസ്കരിക്കുകയാണ്. പക്ഷെ നിങ്ങൾക്ക് അഹങ്കാരമാണ്, എന്റെ ഭർത്താവിന് നിങ്ങൾക്ക് വിലയില്ല, അദ്ദേഹം ശിവൻ മംഗളരൂപിയാണെന്നൊക്കെ പറഞ്ഞ് ശിവനെ പുകഴ്ത്തിയിട്ട് ലാസ്റ്റ് പാർവതി സതി പറയും, ഇനി നിങ്ങളെ നിന്ന് കിട്ടിയ ശരീരം എനിക്ക് വേണ്ട. അതില് പറയാണ്, വൈഷ്ണവ അപരാധം കേട്ട് കഴിഞ്ഞാൽ ഒന്നില് കഴിവുണ്ടെങ്കിൽ ആ പറയുന്നവനെ കൊല്ലണം, കൊന്നിട്ട് നമ്മൾ ഈ ശരീരം വിടണം. അതിന് കഴിവില്ലെങ്കിൽ അവനെ നാക്ക് വെട്ടിയെടുക്കുക, എന്നിട്ട് ആ സ്ഥലത്ത് നിന്ന് പോവുക. അതും പറ്റില്ലേ അവൻ കാത് പൊത്തിയിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോകണം എന്ന് പറയും, ഒട്ടും ബലമില്ലെങ്കിൽ. പാർവതി പറയും, നിങ്ങളെ നിന്ന് കിട്ടിയ ശരീരം എനിക്കിനി വേണ്ട, ഈ വൈഷ്ണവപരാധിയുടെ ശരീരം എനിക്ക് വേണ്ടെന്ന് പറയുന്നത് സതി തന്റെ ശരീരം വിടും. അങ്ങനെ സതി ശരീരം വിട്ട് എന്താകും, ബാക്കി കഥയൊക്കെ നിങ്ങൾക്ക് അറിയാം. ശിവൻ ദേഷ്യപ്പെടും. 11 രുദ്രന്മാര്. ഇനി ഈ ഭാഗവത്തിൽ പറയുന്നത് മറ്റേ ജഡയെന്ന് വീരഭദ്രനെ വിളിച്ചു എന്നാണ്. പക്ഷെ ഇവിടെ പുരാണത്തിൽ പറയുന്ന കഥയിൽ കുറച്ച് ഇത് വ്യത്യാസം വരും. ഈ ക്ഷേത്ര പുരാണത്തില് ശിവന്റെ ജഡയെന്ന് ആ ജഡ എടുക്കുന്ന സമയത്ത് അത് 11 രുദ്രന്മാരായിട്ട് മാറും. ഈ 11 രുദ്രന്മാരും അവിടെ ചെന്ന് കംപ്ലീറ്റ് ദക്ഷയാഗം ഇല്ലാതാക്കും. അപ്പൊ ഈ രുദ്രൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ദേഷ്യമാണ്. ഇങ്ങനെ കരുതന വെച്ചാൽ വേറൊരർത്ഥം കരച്ചിൽ, ഭയങ്കര വിളിയില്ല, അലറലില് പ്രപഞ്ചമേ ഇല്ലാതായി പോകും. അപ്പൊ ഇവര് ഈ ദക്ഷയാഗമൊക്കെ നിർത്തിയതിനു ശേഷവും ഇവരുടെ ആ രൗദ്രഭാവം മാറിയില്ല. അപ്പൊ ഇവരെ സമാധാനിപ്പിക്കാനായിട്ട് വിഷ്ണു 11 രൂപ എടുക്കും. 11 രുദ്രന്മാർക്കും 11 രൂപ എടുക്കും. അതാണ് ഈ തിരുനാങ്കൂർ എന്ന് പറഞ്ഞ ഈ സ്ഥലത്ത് 11 വിഷ്ണു ക്ഷേത്രമുണ്ട്. ഇത്രയും കഥ പറയാൻ കാരണം ഇതാണ്. ഇവിടെ 11 ദിവ്യദേശമാണ്. അപ്പൊ ഇതിൽ ആദ്യത്തെ ദിവ്യദേശത്തിലാണ് നമ്മളിപ്പോ വന്നേക്കുന്നത്, തിരുക്കാവൽ അമ്പാടി. അമ്പാടി എന്ന് വെച്ചാൽ അമ്പാടി കണ്ണൻ. ഈ ആദ്യത്തെ ക്ഷേത്രം അമ്പാടി കൃഷ്ണനാണ്. ഇവിടുത്തെ രൂപം കൃഷ്ണരൂപമാണ്. രുക്മിണിയും സത്യഭാമയായിട്ട് ഭഗവാൻ നിൽക്കുന്ന രൂപമാണ് ഇവിടെ. ഇവിടുത്തെ മെയിൻ മൂലവിഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോപാലകൃഷ്ണ പെരുമാൾ കിഴക്ക് നോക്കി നിൽക്കുന്ന രൂപമാണ്. സ്വയംഭുവ വിമാനം. ഇവിടെ വേറൊരു കഥ കൂടെ നമ്മൾ കേട്ടിട്ടുണ്ട്. സത്യഭാമയുടെ കഥ അറിയാലോ. സത്യഭാമ നരകാസുരന്റെ ആരാണ്? അമ്മ. നരകാസുരനെ ഭഗവാൻ കൊല്ലും. കൊന്നതിനൊക്കെ ശേഷം ഇന്ദ്രനും ദേവന്മാരൊക്കെ ഭയങ്കര ഹാപ്പി ആവും, നരകാസുരനെ കൊന്നല്ലോ, അവർക്ക് ഇനി സുഖമായിട്ട് ജീവിക്കാം. അപ്പോ സത്യഭാമ ഒരിക്കൽ ഭഗവാന്റെ അടുത്ത് പറയും, ഭഗവാൻ എനിക്ക് പാരിജാതം വേണമെന്ന് പറയും. അപ്പൊ ഭഗവാൻ പറയും, അതിനകത്ത് പാരിജാതം ഞാൻ എടുത്തുവരാമല്ലോ. നേരെ സ്വർഗത്തില് ആൾക്കാരെ പറഞ്ഞയച്ച് പാരിജാതം കൊണ്ടുവരാൻ പറയും. ഇന്ദ്രൻ പറയും, പാരിജാതം ഒന്നും കൊടുക്കാൻ പറ്റില്ല, പാരിജാതം ഭൂമിയിൽ കൊടുക്കാനുള്ള സാധനമല്ല. ഇന്ദ്രന് അഹങ്കാരം വരും. കുറച്ചു മുമ്പ് ഇന്ദ്രനെ രക്ഷിച്ചതേ ഉള്ളൂ ഭഗവാൻ നരകാസുരന്റെ. ഇപ്പൊ വീണ്ടും അതൊക്കെ ഇന്ദ്രൻ മറന്നു. ഭഗവാന് ദേഷ്യം വരും, ഇന്ദ്രന്റെ കംപ്ലീറ്റ് ആ തോട്ടവും ഇല്ലാതാക്കും. അങ്ങനെയാണ് കാവലം തിരുക്കാവൽ അമ്പാടി വെച്ചാൽ, കാവലം എന്ന് വെച്ചാൽ ആ ഗാർഡൻ, ആ പൂന്തോട്ടം. തമിഴില് കാവലം എന്ന് വെച്ചാൽ പൂന്തോട്ടമാണ്. അപ്പോൾ ആ ഇന്ദ്രന്റെ ആ തോട്ടം കംപ്ലീറ്റ് ഇല്ലാതാക്കിയ ആ ഒരു കൃഷ്ണനുള്ള ആ ഒരു ഭാവമാണ് ഇവിടുത്തെ ഭഗവാന്റെ രൂപം. അങ്ങനെയാണ് തിരുക്കാവലം അമ്പാടി എന്നാ പേര് വന്നത്. ഇത് തിരുനാങ്കൂറിലാണ് ഈ സ്ഥലമുള്ളത്. ദിവ്യദേശത്തിലെ വളരെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളാണ് ഇതൊക്കെ.
കഥയൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടോ? എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? കുറച്ചു പേർക്കൊക്കെ ഈ പഴയ പണ്ട് കഥ കേട്ടുള്ളതുകൊണ്ട് മനസ്സിലാവും. പുതിയ ആൾക്കാർക്ക് കുറച്ച് സമയം മനസ്സിലാവുന്നുണ്ട് പിടിക്കും. പ്രഭു. ഓക്കെ ഓക്കെ. മനസ്സിലാവുന്നുണ്ട്. അത് ഈ കുറച്ച് കഥകളൊക്കെ കേട്ടുള്ളവർക്ക് മനസ്സിലാവും. പുതിയ ആൾക്കാർ ഈ ഗ്രൂപ്പിനകത്ത് ഉണ്ട്. കൃഷ്ണ പ്രഭു നരകാസുരൻ സത്യഭാമയുടെ മകനാണോ? അതെ 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 അതെ, ഭൂമി ദേവിയുടെ മകനാണ്. അതാണ് സത്യഭാമയ്ക്ക് ചെറിയൊരു വിഷമം വരും. അപ്പൊ അതുകൊണ്ടാണ് ഭഗവാൻ സത്യഭാമയെ സമാധാനിപ്പിക്കാനായിട്ട് ഇന്ദ്രലോകത്തൊക്കെ കൊണ്ടുപോകും. പാരിജാതത്തിന്റെ കാര്യമൊക്കെ പിന്നെ സോപ്പിടാൻ വേണ്ടിയൊക്കെ ചെയ്യുന്ന കാര്യങ്ങളാണ് അതൊക്കെ. സത്യഭാമയ്ക്ക് അറിയാം, ഭൂമി ദേവിക്ക് അറിയാം നരകാസുരൻ ശരിയല്ല എന്ന്. എന്നാലും ഒരു അമ്മയുടെ ഒരു ഇതുണ്ടാവുമല്ലോ പുത്രന്റെ അടുത്ത് ഒരു സ്നേഹം. ഇവിടെ കണ്ട കൃഷ്ണന്റെ രൂപമാണ് ഇപ്പോ. നരകാസുരനെ വധിക്കുന്നതുകൊണ്ട് വധിച്ചിട്ട് വരുന്ന ആ ദിവസമാണ് നമ്മൾ ദീപാവലിയായിട്ട് ആഘോഷിക്കുന്നത്. നരകാസുര വധം ഒരു അധ്യായം തന്നെ ഉണ്ട് ഭാഗവത്തില്. സത്യഭാമയും കൂടെ ഗരുഡനിൽ കയറ്റി ഭഗവാൻ കൊണ്ടുപോകും. ആ നരകാസുരന്റെ കൊട്ടാരങ്ങളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ഫുള്ള്, അത് എങ്ങനെ പ്രൊട്ടക്ട് ചെയ്ത് വെച്ചിരുന്നവൻ. ഇലക്ട്രിസിറ്റി ഒക്കെ ഉണ്ടായിരുന്നു അന്ന്. അതിനോടത്തോണ്ട് ഇലക്ട്രിസിറ്റി കൊണ്ട് ഒരു ഏരിയ മൊത്തം കവർ ചെയ്യും. വെള്ളം കൊണ്ട് കംപ്ലീറ്റ് ഒരു അത് കഴിഞ്ഞാൽ വെള്ളം കൊണ്ട്, അത് കഴിഞ്ഞ് ആ കവചങ്ങൾ കൊണ്ട്, ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം ഇവന്റെ കൊട്ടാരത്തിനകത്ത് പോകാൻ. ഭഗവാൻ കൂളായിട്ട് ഗരുഡന്റെ മുകളിൽ കയറി നേരെ സത്യഭാമയെ കൊണ്ട് നേരെ കൊണ്ട് ഒറ്റയ്ക്ക് നരകാസുരനെ കൊന്നിട്ട് ഈ 16,100 സ്ത്രീകളെ പിടിച്ചു വയ്ക്കും. അവരെയൊക്കെ രക്ഷിച്ചുകൊണ്ട് തിരിച്ചു വന്ന് കല്യാണം കഴിക്കും. അതാണ് നമ്മൾ ദീപാവലിയായിട്ട് ആഘോഷിക്കുന്നത്, ഭഗവാൻ തിരിച്ചു വരുന്ന ആ ദിവസം. ദീപാവലി കുറെ കഥകളുണ്ട്. നരകാസുര വധവും പിന്നെ ഇഷ്ടം പോലെ ഉണ്ട്. ദാമോദരാരതിയുടെ അതുകൊണ്ട് അതൊക്കെ പിന്നെ ടോപ്പിക്ക് വേറെ. ശ്രീരാമചന്ദ്രൻ. അത് തന്നെ രാവണനെ കൊന്നിട്ട് അയോധ്യ വരുന്നത്, കുറെ കഥകളുണ്ട്. ഓക്കെ, അപ്പൊ ഇന്നത്തോട് നമുക്ക് ഇവിടെ നിർത്താം. അപ്പൊ ഈ തിരുനാങ്കൂർ തിരുക്കാവലമ്പാടി ദിവ്യദേശം നമ്മൾ ദർശനം ചെയ്തിരിക്കുകയാണ്. അങ്ങനെ 5 ദിവ്യദേശം കവറായി. കുറച്ചു പേർക്കൊക്കെ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. എഴുതി വെച്ചവർക്കൊക്കെ മനസ്സിലാകും. അടുത്ത ആഴ്ച ഞാൻ ചോദിക്കാം യെസ് എത്ര പേർക്ക് ആൻസർ പറയാൻ പറ്റുമെന്ന് നോക്കട്ടെ.